എന്ന് പറയുന്നത് കണ്ടത്. Live streaming is on. ലൈവ് സ്ട്രീമോ? പക്ഷെ ഇവിടെ ഒന്നും വന്നില്ല. ഓക്കെ ഓക്കെ, സ്ട്രീമിങ്ങിലേക്ക് പോയി അതിൽ കാണിക്കുന്നത് എന്ത് സ്ട്രീം എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സ്ട്രീമിൽ വന്ന് കാണണ്ടേ, വരുന്നുണ്ടോ എന്തെങ്കിലും യൂട്യൂബ് എടുക്കുമ്പോൾ? യൂട്യൂബോ? യൂട്യൂബ് എടുത്തോട്ടെ. ആ ഉണ്ടല്ലോ, യെസ് കാണുന്നുണ്ട് കാണുന്നുണ്ട് ഉണ്ടാ? ഉണ്ട് യൂട്യൂബിൽ കാണുന്നുണ്ട്. അപ്പൊ പരിപാടി തുടങ്ങാൻ വാ. ആ ഉണ്ട് അപ്പൊ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ അത് സക്സസ്. ശാരിലും വന്ന് ആകെ ഒരാൾ വന്നിട്ടുണ്ട്. അത് ഞാൻ തന്നെ ആയിരിക്കില്ലേ? ശ്രേയസ് ഇവിടെ തന്നെ ഉണ്ടോ? ശ്രേയസ് ശ്രേയസ് ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ ഓക്കെ, ചില സാങ്കേതിക കാരണങ്ങളാൽ നമ്മൾ അല്പം ലേറ്റ് ആയിട്ടുണ്ട്. സംഗതി വേറൊന്നുമില്ല, യൂട്യൂബിൽ നിന്ന് ലൈവ് കിട്ടുന്നില്ല, ലോഡാവുന്നില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. കുറെ കാലമായിട്ട് യൂട്യൂബ് ലൈവ് ചെയ്യാത്തത് കൊണ്ട് യൂട്യൂബ് പിണങ്ങിയാണെന്ന് അറിഞ്ഞൂടാ. എന്തായാലും 10 മിനിറ്റ് ലേറ്റ് ആയി, നമ്മൾ നേരെ വിഷയത്തിലേക്ക് കിടക്കാം. നമ്മുടെ ഒപ്പം ഉള്ളത് ശ്രേയസ് നാരായണൻ കുട്ടിയാണ്. കമ്മ്യൂണിറ്റി മാനേജർ എന്നുള്ള ഒരു സ്ഥാനത്തെ കുറിച്ചും അതുപോലെ സ്പേസ് ഓപ്ഷനെ കുറിച്ചും മറ്റു കാര്യങ്ങളെ കുറിച്ചൊക്കെ ആണ് സംസാരിക്കുന്നത്. ഇന്ന് മോഡറേറ്റ് ചെയ്യുന്നത് ഞാനല്ല, അക്ഷയ് ദിനേശാണ്. അക്ഷയ് നിങ്ങൾക്കറിയാം, ഇതിനു മുമ്പ് നമ്മുടെ ലൈവ് ടാക് ഷോയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അക്ഷയും ശ്രേയസും ആയിരിക്കും ഇന്ന് സംസാരിക്കുന്നുണ്ടാവുക. ഞാൻ ഇതിന്റെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്തിട്ട് ഉണ്ടാവും. അപ്പൊ എന്തായാലും നമുക്ക് നേരിട്ട് കാര്യത്തിലെടുക്കാം. ഞാൻ അക്ഷയ്ക്ക് മേക്ക് കൈമാറും. IB കമ്മ്യൂണിറ്റിയുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന ശ്രേയസിന് വെൽക്കം. ശ്രേയസ് എൻ്റെ ക്ലാസ്മേറ്റ് ആണ്. അപ്പോൾ ഞാൻ ചിലപ്പോൾ ശ്രേയസിനോട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ചില വാക്കുകളൊക്കെ വന്നു ഇടയിൽ. പക്ഷേ ശ്രേയസ് ഒരു സംഭവമാണ്. ഫോർ എക്സാമ്പിൾ അബൌട്ട് മീ ഡോട്ട് ശ്രേയസ് കുട്ടിയിൽ പോയ ഈ 2016 50 people who are making the internet a better place എന്ന് പറഞ്ഞിട്ട് മോസ്റ്റ്ലി ഒരു റിപ്പോർട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിലുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ശ്രേയസ്. ഇൻ്റർനെറ്റ് ഹെൽത്ത് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഇറക്കുന്നതിൽ പലപ്പോഴും ശ്രേയസിൻ്റെ കോട്ട്സ് വരാറുണ്ട്, ശ്രേയസിനെ പറ്റി പേജസ് വരാറുണ്ട്. എസെൻഷ്യലി ശ്രേയസ് ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ ടേൺ കമ്മ്യൂണിറ്റി മാനേജറാണ്. ഈ കമ്മ്യൂണിറ്റി മാനേജർ എന്നുള്ള റോള് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ശ്രേയസിൻ്റെ ലൈഫിൽ നിന്നാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ട് കൂടുതൽ ശ്രേയസ് സംസാരിക്കും. പക്ഷേ ഇപ്പോൾ നിയർ എന്ന് പറഞ്ഞിട്ട്, നിയർ ആണ് പേരെങ്കിലും അടുത്ത് ഇന്ത്യൻ്റെ അടുത്തൊന്നുമല്ല, കുറച്ച് ദൂരെ ഉള്ളൊരു കമ്പനിയാണെന്നാണ് എൻ്റെ ഒരു അറിവ്. ഇൻ്റർനാഷണൽ കമ്പനിയിൽ കമ്മ്യൂണിറ്റി മാനേജറായിട്ടാണ് ശ്രേയസ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനെ പറ്റിയിട്ടും പിന്നെ ആ കരിയറിലേക്ക് എത്തിച്ചേർന്നതിനെ പറ്റിയിട്ടൊക്കെ ശ്രേയസ് നമ്മളോട് ഇന്ന് സംസാരിക്കും. വെൽക്കം ശ്രേയസ്. ഞാൻ വിട്ടുപോയതെന്നുണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കാമോ ശ്രേയസ്? ഷുവർ. എനിക്ക് തോന്നുന്നു ഇതിനെക്കാട്ടും നല്ലൊരു ഇൻട്രഡക്ഷൻ എനിക്ക് വേറെ ആരും ഇതുവരെ ഈ അടുത്തൊന്നും തന്നിട്ടില്ല, അതുകൊണ്ട് താങ്ക് യു. കമ്മ്യൂണിറ്റി ഞാനിപ്പം പലരോടും സംസാരിച്ചപ്പോഴും ഇതേ ഒരു ഫീഡ്ബാക്കാണ് എനിക്ക് കിട്ടിയത്. എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് സർക്കിൾ തന്നെ എനിക്ക് തോന്നുന്നില്ല അധികം പേർക്ക് ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നു എന്നുള്ളൊരു ഐഡിയ ഉണ്ട്. കമ്മ്യൂണിറ്റി മാനേജ്മെന്റ് അഥവാ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ഇസ് വെരി വെരി ന്യൂ. അപ്പം ആർക്കും അതിനെക്കുറിച്ച് അധികമൊന്നും അറിയില്ല. അപ്പം നമുക്ക് അതിനെ പറ്റിയിട്ട് ഇനിയും സംസാരിക്കാം. ബട്ട് എനിക്ക് ഇപ്പം ഒന്നും ആഡ് ചെയ്യാനില്ല ആ ഒരു ഇൻട്രൊഡക്ഷനിൽ. സോ വൺ തിങ് ഈസ്, നമ്മൾ രണ്ടാളും ബാംഗ്ലൂരാണിപ്പോൾ. കുറേ കാലമായിട്ട് മലയാളം സംസാരിക്കാത്തതുകൊണ്ട് പലപ്പോഴും ഇംഗ്ലീഷ് വാക്കുകളുടെ ഇടയിൽ കടന്നു വരാൻ ചാൻസ് ഉണ്ട്. അത് ശ്രേയസിൻ്റെ ഭാഗത്തുനിന്നും എൻ്റെ ഭാഗത്തുനിന്നും ഞാൻ ആദ്യമേ ക്ഷമ ചോദിച്ചോളുന്നു. ഇളയിടം മാഷിയുടെ സ്പീച്ചൊക്കെ കേട്ട് ഞാൻ കുറച്ച് മലയാളം ഞാൻ നോക്കിയിട്ടുണ്ട്. നോക്കാം നമുക്ക് മാക്സിമം മലയാളം, പക്ഷെ കുറച്ച് ഇംഗ്ലീഷ് വേർഡ്സ്. പിന്നെ ചില വാക്കുകൾക്ക് മലയാളം ഇല്ലല്ലോ, അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ടെക്നോളജി, ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞാലും മലയാളം ഇല്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പോയിന്റ്, നേരിട്ട് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നിയർ എന്നുള്ള കമ്പനീനെ പറ്റിയിട്ട് പറയുന്നതിന് മുമ്പ് ഈ കമ്മ്യൂണിറ്റി മാനേജ്മെൻറ്റ് എന്നുള്ള റോൾ ഉണ്ടല്ലോ, അതൊരു പെയ്ഡ് പൊസിഷനാണ്. അതായത് വളണ്ടിയർ പണിയല്ല, അത് സാലറി ഒക്കെ കിട്ടുന്ന ഒരു ശരിയായ ജോലി തന്നെയാണ്. അപ്പോൾ ഈ കമ്മ്യൂണിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതെന്താണ് സംഭവം? അത് ഈ റെഗുലർ മാനേജർ എന്നുള്ള റോള് പോലെ ആണോ, അതോ മാനേജ്മെന്റ് കമ്മ്യൂണിറ്റി മാനേജർ എന്താണ് സംഭവം? എനിക്ക് ആദ്യം അക്ഷയ് പറഞ്ഞ ഒന്നും കൂടെ ഒന്ന് റീഇറ്ററേറ്റ് ചെയ്യണം. മലയാളം അറിയാത്തോണ്ടല്ല,
കുറച്ച് കാലമായിട്ട് നമ്മളിപ്പം വർക്കിന്റെ ഒരു കോണ്ടെക്സ്റ്റിൽ മലയാളം സംസാരിക്കാത്തതുകൊണ്ട് ചില ടേംസ് ഒന്നും കിട്ടൂല. അപ്പം ആദ്യം വരുന്നത് ഇംഗ്ലീഷാണ്. അതുകൊണ്ട് മാത്രം, അല്ലാണ്ട് അഹങ്കാരം കൊണ്ടൊന്നല്ല. വിത്ത് ദാറ്റ് അസൈഡ്, കമ്മ്യൂണിറ്റി മാനേജ്മെന്റ് ബേസിക്കലി അക്ഷയ് പറഞ്ഞ പോലെ ഞാൻ തുടങ്ങിയത് ഒരു വോളണ്ടിയർ ആയിട്ടാണ്. അപ്പൊ ഞാനിത് ഇങ്ങനൊരു ഫീൽഡ് ഉണ്ടെന്ന് തന്നെ എനിക്ക് ഇതിനു മുമ്പേ അറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ ഇപ്പം മൊസില അല്ലെങ്കിൽ വേറെ കുറച്ച് ഓപ്പൺ സോഴ്സ് കമ്മ്യൂണിറ്റീസിൽ ഇതുപോലെ വെറുതെ ആസ് ഇൻ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് ആണ് ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്. അപ്പൊ എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാല്, ഞാൻ ചെന്നൈയിലാണ് പഠിച്ചത്. അപ്പം അവിടെ ഒരു കമ്മ്യൂണിറ്റി ഒക്കെ ബിൽഡ് ചെയ്ത് മൊസിലയിൽ അന്നേരം ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അപ്പൊ എനിക്കൊന്നിപ്പോ ഒരു 11 കൊല്ലമായി മൊസിലയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പം ആ ഒരു സമയത്ത് എന്താണ് ഇങ്ങനെ കമ്മ്യൂണിറ്റി ബിൽഡിംഗ് വർക്കായിരുന്നു ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് യാതൊരു ഐഡിയ ഉണ്ടായിട്ടില്ല. സോ ബേസിക്കലി നമ്മൾ ഇവന്റ്സ് ചെയ്യുന്നുണ്ട്, നമ്മൾ വേറെ കുറെ കോളേജിൽ പോയി സംസാരിക്കുന്നുണ്ട്, കുറെ ഇങ്ങനത്തെ ഔട്ട്റീച്ച് എന്ന് പറയാം, ഔട്ട്റീച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഔട്ട്റീച്ച് പ്ലസ് എഡ്യൂക്കേഷൻ. നമ്മൾ ആൾക്കാരോട് ഇതിനെപ്പറ്റി പറയുന്നു, ഇതിനെ പറ്റിയിട്ട് നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുന്നു. അപ്പം ഇതൊക്കെ ചെയ്യുമ്പോഴും എനിക്ക് ഇതിനൊരു ടേം ഉണ്ട്, കമ്മ്യൂണിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പൊ ആ ഒരു ജേർണിയിൽ എനിക്കൊരു 1.5 കൊല്ലം 2 കൊല്ലം കഴിയുമ്പം എനിക്ക് മൊസിലന്റെ കമ്മ്യൂണിറ്റി ടീം എന്ന ഒരു ഓൾ ഹാൻഡ്സ് എന്ന് പറഞ്ഞൊരു ഇവന്റ് ഉണ്ട്. അതായത് അധിക ഇന്റർനാഷണൽ കമ്പനീസും അവരുടെ എല്ലാ എംപ്ലോയീസും കോർ കോൺട്രിബ്യൂട്ടേഴ്സിനെയും വിളിക്കുന്ന ഒരു ഇവന്റ് ആണ് ഓൾ ഹാൻഡ്സ്. അപ്പം ആ ഒരു ഓൾ ഹാൻഡ്സിലേക്ക് എനിക്കൊരു ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടുന്നാണ് ഞാൻ ആദ്യമായിട്ട് കമ്മ്യൂണിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു എന്താ പറയാ ഒരു ടേം കേൾക്കുന്നത്. അപ്പം അത് കഴിഞ്ഞു ഞാൻ തിരിച്ചു വന്നു ഇന്ത്യയിലേക്ക്. അപ്പം പിന്നെ ഇവിടുത്തെ ജോബ് സിറ്റുവേഷൻ അങ്ങനെയാണ്. അപ്പം നമ്മളിപ്പം കോളേജ് കഴിഞ്ഞു, പിന്നെ പ്ലേസ്മെന്റ്സ് വന്നു തുടങ്ങി. ആ ഒരു ചെയിനിലേക്കാണ് എല്ലാവരും പോകുന്നത്. ഞാൻ കണ്ട രീതിയിൽ ആരും അന്നേരം ഒന്നും അത്ര ഡിഫറെന്റ് ആയിട്ട് നോക്കുന്നുണ്ടായിട്ടില്ല. അപ്പം അപ്പോഴാണ് എനിക്കൊരു ഓഫർ വന്നത്, ബാംഗ്ലൂർ ബേസ്ഡ് ഒരു സ്റ്റാർട്ടപ്പ്. അവർ പറഞ്ഞു, അവർക്കൊരു കമ്മ്യൂണിറ്റി മാനേജറിന് ആവശ്യമുണ്ട്, നിങ്ങൾ മൊസിലയിൽ ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് ദിസ് ലുക്സ് ഇൻട്രസ്റ്റിംഗ്, ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ ആണ്, ഇതുപോലത്തെ ഒരു റോളാണ് നമുക്ക് വേണ്ടത് എന്നുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു അവിടെ. അപ്പം ദാറ്റ് ഇസ് ഹൗ ഐ ഫസ്റ്റ് ഹേർഡ് അബൌട്ട് കമ്മ്യൂണിറ്റി മാനേജ്മെന്റ്. അന്നേരമാണ് എനിക്കിത് ഇതാണ് സംഭവം എന്ന് അന്നേരമാണ് മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ ക്ലിക്ക് ആവുന്നത്. അപ്പോൾ ഇഫ് ഐ എം ഗെറ്റിംഗ് ഇറ്റ് കറക്റ്റ്, അതായത് ഈ എക്സ്ട്രോവേർട്സിന് പറ്റിയ ഒരു പണി അതാണോ? അതായത് കൂടുതൽ ആൾക്കാരോട് സംസാരിക്കുക, ഒരു ടെക്നോളജിനെ പറ്റിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടാണെങ്കിലും ഒരു എക്സ്ട്രോവേർട്ടഡ് കരിയർ ആണോ? അത് അങ്ങനെയാണോ? അത് കറക്റ്റ് ആയിരിക്കുമോ പറയുന്നത്? നോട്ട് നെസസറിലി എക്സ്ട്രോവേർട്ട് ആവണം എന്നില്ല. കാരണം എൻ്റെ കേസിൽ ഐ തിങ്ക് ഐ എം പ്രോബബ്ലി ആൻ ആംബിവേർട്ട്. അതായത് എൻ്റെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടും എൻ്റെ സർക്കിൾ അനുസരിച്ചിട്ടും ഞാൻ പറയുന്ന ടോപ്പിക് അനുസരിച്ചിട്ടും ആ ഒരു എൻതൂസിയാസം എല്ലാം കുറയും. ചിലപ്പം ഞാനിപ്പോൾ ഒരു ഇവന്റിൽ പോയാലും ചിലപ്പോൾ അധികം ആൾക്കാരോട് സംസാരിക്കും. നമ്മളിപ്പോൾ ഒരു കല്യാണത്തിന് പോയാലോ അല്ലെങ്കിൽ ഒരു ഫാമിലി ഇവന്റിന് പോയാലോ ചിലപ്പം അത്ര ഒരു ലെവൽ ഓഫ് ഇന്ററാക്ഷൻ ഉണ്ടാവില്ല. പക്ഷെ നമ്മളിപ്പം അക്ഷയ് അല്ലെങ്കിൽ ഇപ്പം ഇതുപോലത്തെ ഒരു ക്ലോസ്ഡ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ടോപ്പിക് ബേസ്ഡ് കമ്മ്യൂണിറ്റി ആണെങ്കിൽ കുറച്ചും കൂടെ കോമൺ ഫാക്ടേഴ്സ് ഉണ്ടാവും സംസാരിക്കാൻ. ഇപ്പം ടെക്നോളജി അല്ലെങ്കിൽ ഓപ്പൺ സോഴ്സ് അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിൻ, ഇങ്ങനത്തെ കുറെ നമ്മൾ തമ്മിൽ ഒരു കോമൺ എലിമെന്റ് ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ആ ഒരു ഇതാണ്. അപ്പം അതല്ലാതെ എക്സ്ട്രോവേർട്സ് ക്യാൻ ബി സക്സസ്ഫുൾ. എനിക്ക് തോന്നുന്നു ആ ഒരു ഇന്ററാക്ഷനും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ എസ്പെഷ്യലി ഓഫ്ലൈനിൽ നിങ്ങൾക്ക് കുറെ ചെയ്യാൻ പറ്റും ഇഫ് യു ആർ എൻ എക്സ്ട്രോവേർട്ട്. ഇവന്റ്സ്, ഇങ്ങനെ പബ്ലിക് സ്പീക്കിംഗ്, ഇതൊക്കെ നിങ്ങൾക്ക് കുറെ ചെയ്യാൻ പറ്റും. അല്ലാതെ എനിക്ക് തോന്നുന്നു ഇറ്റ് ഇസ് നോട്ട് നെസസറി ഇപ്പൊ ഒരു കമ്മ്യൂണിറ്റി മാനേജർ ആവാൻ എക്സ്ട്രോവേർട്ട് ആവണം എന്നുള്ളൊരു ഇതില്ല എന്തായാലും. കാരണം ഇഫ് യു ആർ ഡൂയിങ് ഇഫ് യു ആർ ബിൽഡിംഗ് ഓൺലൈൻ കമ്മ്യൂണിറ്റീസ്, ഇപ്പൊ നിങ്ങൾ ഒരു ഫേസ്ബുക്ക് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓൺ എനി പ്ലാറ്റ്ഫോം, നിങ്ങളിപ്പം IB കമ്പ്യൂട്ടിംഗ് പോലത്തെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ നിങ്ങൾക്ക് എക്സ്ട്രോവേർട്ടഡ് ആയിരിക്കണം എന്ന് നെസസറി ഒരു റിക്വയർമെന്റ് അല്ല. It helps if you're extroverted, but otherwise also you can definitely build a community. ഓക്കെ, അപ്പോൾ
IB കമ്പ്യൂട്ടിങ്ങിനെ പറ്റി പറഞ്ഞപ്പോൾ ഐ മീൻ അത് എനിക്ക് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. അതായത് എല്ലാ സംഭവങ്ങൾക്കും ഒരു കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ IB കമ്പ്യൂട്ടിങ്ങിന് ഒരു 1500ഓളം മെമ്പേഴ്സുള്ള ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. ഓൾമോസ്റ്റ് 25,000 സബ്സ്ക്രൈബേഴ്സ് ഓൺ യൂട്യൂബ്. അപ്പോൾ ഏതൊരു പ്രൊജക്റ്റ് എടുത്താലും, ഏത് ചെറിയൊരു കമ്പനി ആണെങ്കിലും അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ പ്രൊജക്റ്റ് ആവട്ടെ, എന്തിനാണെങ്കിലും ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് എന്നുള്ളത് ഐ തിങ്ക് അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ മാത്രമേ നമ്മളത് ഓർമ്മിക്കൂ. ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. പക്ഷേ കമ്മ്യൂണിറ്റി മാനേജർ എന്നുള്ള ഒരു റോള് അതിനെ കുറച്ചും കൂടി കെയർ കൊടുത്തിട്ട് ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഉള്ളതിനെ മെയിൻറ്റെയിൻ ചെയ്ത് എന്താ പറയുക, ഒന്ന് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റോള്, അങ്ങനെ പറയായിരിക്കും അല്ലേ? കറക്റ്റ്. അത് തന്നെയാണ് സംഭവം. അപ്പം ബേസിക്കലി നിങ്ങൾക്കൊരു ഇങ്ങനത്തെ ഒരു പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഓഡിയൻസ് ആൻഡ് കമ്മ്യൂണിറ്റി. ഇപ്പം IB കമ്പ്യൂട്ടിങ്ങിന്റെ കാര്യത്തിൽ യൂട്യൂബിന്റെ അകത്ത് ഓർ ട്വിറ്റർ ഫോളോയിങ് അല്ലെങ്കിൽ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ്, ഇതൊക്കെ ഒരു ഓഡിയൻസ് ആണ്. ആൻഡ് ഇതിന് ഓഡിയൻസും കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്ന് വെച്ചാൽ ഓഡിയൻസിൽ ഇറ്റ് ഇസ് എ 1-to-many കമ്മ്യൂണിക്കേഷൻ. അതായത് ഞാനിപ്പം എനിക്കൊരു 10,000 ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ അവരോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ 1-way കമ്മ്യൂണിക്കേഷൻ. അവർക്ക് എന്നോട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. ട്വിറ്റർ മെൻഷൻസ് ഉണ്ടാവും, യു ക്യാൻ ഇന്ററാക്ട് വിത്ത് മീ ത്രൂ കോമെന്റ്സ്, അതൊക്കെ ഉണ്ടാവും. പക്ഷെ അത് ഒരു ഓഡിയൻസ് ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്യുക. വേഴ്സസ് എ കമ്മ്യൂണിറ്റി വെയർ പീപ്പിൾ ആർ ഇന്ററാക്ടിങ് വിത്ത് ഈച്ച് അതർ. അപ്പം നിങ്ങൾ പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്ന ഒരു സെറ്റിങ്ങിനാണ് നമ്മൾ യൂഷ്വലി കമ്മ്യൂണിറ്റി എന്ന് വിളിക്കുക. Okay, so fine. So maybe Telegram group is a community, but YouTube channel need not be a community. A comment section ചിലപ്പോൾ കമ്മ്യൂണിറ്റി പോലെയായി മാറിയേക്കാം, പക്ഷെ കൂടുതൽ ആൾക്കാർ ഒരുമിച്ച് വരുന്നത്. ഓക്കെ, ഐ ഗെറ്റ് ഇറ്റ്. സോ നമ്മൾ ഈ കമ്മ്യൂണിറ്റിനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങളിലേക്ക് പിന്നെ വരാം. അതിനു മുമ്പ് ശ്രേയസ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ആയിരുന്നില്ലേ? എന്നിട്ട് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിന്ന് ഡയറക്റ്റ് എഞ്ചിനീയറിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മോസിലൻ്റെ കമ്മ്യൂണിറ്റീസ് ഓപ്പൺ വെബ് ആയിരുന്നല്ലോ. ഞാനും കുറച്ചാൾ മോസില വോളണ്ടിയർ ആയിരുന്നു. അത് ആക്ച്വലി ശ്രേയസ് മോസിലിനെ പറ്റി പറയുന്നത് കേട്ടിട്ടാണ് ഞാൻ മോസിലയിൽ വോളണ്ടിയർ ആവാൻ തുടങ്ങി. അപ്പോൾ ഐ തിങ്ക് ദാറ്റ് കൈൻഡ് ഓഫ് വാട്ട് ഹാപ്പൻഡ് കോളേജിൽ സംഭവിച്ചത്, ശ്രേയസ് യു ഗോട്ട് റിയലി പാഷനേറ്റ് അബൌട്ട് ഓപ്പൺ വെബിനെ നല്ലോണം ഇഷ്ടപ്പെട്ടിട്ട് മോസിലയ്ക്ക് വേണ്ടി വോളണ്ടിയർ ചെയ്തിട്ട് കമ്മ്യൂണിറ്റി ഉണ്ടാക്കാൻ വേണ്ടി, മോസിലയ്ക്ക് ഒരു കമ്മ്യൂണിറ്റി ചെന്നൈയിലും ബാംഗ്ലൂരും ഒക്കെ കമ്മ്യൂണിറ്റീസ് ഉണ്ടാക്കാൻ വേണ്ടി വോളണ്ടിയർ ചെയ്യായിരുന്നു അല്ലേ? അപ്പോൾ സോ എസെൻഷ്യലി വൺ ഓഫ് ദ പ്രീ റിക്വസിറ്റ്സ്, അതായത് യു ഹാവ് ടു ബി പാഷനേറ്റ് അബൌട്ട് ഏതിന് ചുറ്റുമാണോ കമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നത് അതിന് വേണ്ടി ഒരു പാഷൻ ഉണ്ടാവണം എന്നുള്ളത് നിർബന്ധമാണ്. ഉണ്ടാവണം നിർബന്ധമല്ല. അപ്പൊ അതൊരു ബോണസ് ആണെന്ന് ഞാൻ പറയാം. കാരണം ഇപ്പം സോഫ്റ്റ്വെയർ ഡെവലപ്പർ ഉണ്ടാവില്ലേ, ഇപ്പൊ ഒരു പ്രോഗ്രാമർ ഉണ്ടാവും. അപ്പം എസ്പെഷ്യലി ഇന്ത്യയിൽ ഇപ്പൊ എല്ലാ പ്രോഗ്രാമറിനും ചെയ്യുന്ന പ്രോഗ്രാമിങ് ഇഷ്ടപ്പെടണമെന്നില്ല. ചിലപ്പം അവരുടെ സോഷ്യൽ സ്ട്രക്ചർ അല്ലെങ്കിൽ സ്റ്റേറ്റസ് മെയിൻറ്റെയിൻ ആയിരിക്കും. ചിലപ്പം ജോബ് പ്രഷർ ഉണ്ടാവും, ചിലപ്പം ഫൈനാൻഷ്യൽ സിസ്റ്റം ഉണ്ടാവും, അവർക്ക് ലോണൊക്കെ ഉണ്ടാവും, ഇതൊക്കെ അടച്ചു തീർക്കാൻ വേണ്ടി. സോ ദാറ്റ് ഇസ് എ ഈവൻ ബിഗർ, അതൊരു വേറെ ഡിസ്കഷൻ ആണ്. പക്ഷെ എസെൻഷ്യലി ഇഫ് യു ആർ പാഷനേറ്റ് അബൌട്ട് കമ്മ്യൂണിറ്റി ബിൽഡിംഗ് അല്ലെങ്കിൽ ആ ഒരു സ്പെസിഫിക് കമ്മ്യൂണിറ്റി, ഇപ്പൊ എനിക്ക് ഓപ്പൺ വെബ് അല്ലെങ്കിൽ ഓപ്പൺ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഇഷ്ടമായതുകൊണ്ട് ഐ തിങ്ക് ദാറ്റ് ഇസ് എ പ്രിവിലേജ് ദാറ്റ് ഐ കൻ വർക്ക് ഫുൾ ടൈം ഇൻ ദിസ്. ബട്ട് യാ, ദാറ്റ് വുഡ് ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു സക്സീഡ്. ഓക്കെ, ദാറ്റ് മേക്സ് സെൻസ്. അത് ലൈക്ക് എനി ജോബ്, ഡൊമെയിൻ ഇഷ്ടമല്ലെങ്കിലും ആ ചെയ്യുന്നത് പ്രവൃത്തി ഇഷ്ടമാണെങ്കിൽ it will be an enjoyable work. That makes sense. So engineering കഴിഞ്ഞു, and ആദ്യത്തെ ജോലി തന്നെ കമ്മ്യൂണിറ്റി മാനേജ്മെന്റ് ആയിരുന്നു. അപ്പോൾ പ്രോഗ്രാമിംഗ് ജോലി ചെയ്യണ്ടെന്ന് വെച്ചിട്ട്, ഐ മീൻ കമ്മ്യൂണിറ്റി മാനേജറിൽ പ്രോഗ്രാമിംഗ് ചെയ്യുന്നുണ്ടോ? ഐ മീൻ ഇറ്റ് ഡസൻറ്റ് ഇൻവോൾവ് പ്രോഗ്രാമിംഗ് അല്ലേ, വെറും ഇവന്റ്സ് ഓർഗനൈസേഷൻ അല്ല. that depends on the organization. ഇപ്പം നിങ്ങളിപ്പം ഏത് കമ്മ്യൂണിറ്റിയിലാണ് കമ്മ്യൂണിറ്റി മാനേജർ റോൾ ഡസന്റ് ഇൻവോൾവ് പ്രോഗ്രാമിംഗ് എന്ന് പറയാൻ പറ്റില്ല. അത് ഇറ്റ് വിൽ ഡിപെൻഡ് ഓൺ വാട്ട് ഓർഗനൈസേഷൻസ്. ലെറ്റ്സ് സേ ഉബുണ്ടുവിന്റെ കമ്മ്യൂണിറ്റി അഡ്വക്കേറ്റ്സ്, റൈറ്റ്?
അവർക്ക് they still do it, right? They still make projects, they still write code and all of that. പക്ഷെ എൻ്റെ സ്പെസിഫിക് കേസിൽ ദാറ്റ് wasn't required. അപ്പം അത് എൻ്റെ കേസിൽ അത് ഉണ്ടായിട്ടില്ല. ഐ മീൻ എൻ്റെ കേസിൽ എനിക്ക് കോളേജിൽ നിന്ന് ഒരു പ്ലേസ്മെന്റ് ഉണ്ടായിരുന്നു. സോറി, കറണ്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. കോളേജിൽ നിന്നൊരു പ്ലേസ്മെന്റ് ഉണ്ടായിരുന്നു, പക്ഷെ അത് ഞാൻ ചൂസ് ചെയ്തിട്ടില്ല. കാരണം എനിക്ക് കമ്മ്യൂണിറ്റി ബിൽഡിങ്ങിലായിരുന്നു താല്പര്യം. അപ്പം ദാറ്റ് വാസ് ട്രഡീഷണൽ പ്രോഗ്രാമർ റോൾ. അതെനിക്ക് അത്ര ഒരു ഇതായിട്ട് തോന്നിയിട്ടില്ല. ദിസ് വാസ് മോർ എക്സൈറ്റിംഗ് ടു മീ. ഓക്കെ, ഒഫൻഡ് ആയിട്ട് എടുക്കില്ലെങ്കിൽ പ്രോഗ്രാമിംഗിൽ സ്കിൽഡ് ആയിരുന്നു. ഐ മീൻ വെരി കോൺഫിഡൻറ്റ് അബൌട്ട് ബീങ് എ പ്രോഗ്രാമർ, ബട്ട് യു എന്നിരുന്നാൽ പോലും ഇതാണ് കൂടുതൽ എക്സൈറ്റിംഗ് എന്ന് കണ്ടിട്ടാണോ ഇതിലേക്ക് വന്നത്? അല്ലെങ്കിൽ വേറെ ഇത് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇമാജിൻ സമൺ ഇപ്പോൾ ഫൈനൽ ഇയറിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റ് പ്രോഗ്രാമിങ്ങിൽ ഒരു നല്ല കരിയറിന് ചാൻസ് ഉണ്ട്, പക്ഷേ കമ്മ്യൂണിറ്റി മാനേജ്മെൻ്റ് ആണ് അതിനേക്കാളും ഇൻട്രസ്റ്റിംഗ് എന്ന് തോന്നുകയാണെങ്കിൽ വുഡ് ഇറ്റ് ബി എ വൈസ് ഡിസിഷൻ? അതൊരു നല്ല ഡിസിഷൻ ആയിരിക്കും ഒരു കമ്മ്യൂണിറ്റി മാനേജ്മെന്റ് എടുത്താൽ? ഐ മീൻ ഇതൊരു കരിയർ ഗൈഡൻസ് കൗൺസിലിംഗ് അല്ല, എന്നാലും വെറുതെ ചോദിക്കാം. ഐ മീൻ അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, ഈ പ്രോഗ്രാമിംഗ് എന്നുള്ള ഒരു കരിയർ ഉണ്ടല്ലോ, അതും ഈ കമ്മ്യൂണിറ്റി മാനേജ്മെന്റ് എന്നുള്ള കരിയർ എടുത്താൽ എന്താണ് പ്രോസ് ആൻഡ് കോൺസ്? എന്തൊക്കെയാണ് നഷ്ടമാവുന്നത് പ്രോഗ്രാമിംഗ് എടുക്കാണ്ടിരിക്കുമ്പോൾ? എൻ്റെ കേസിൽ ഇറ്റ് വാസ് പ്യോർ. സോ ദ റീസൺ ഞാൻ കമ്പ്യൂട്ടർ സയൻസ് എടുത്ത റീസൺ എന്ന് വെച്ചാൽ ഐ വാസ് റിയലി ഇൻട്രസ്റ്റഡ് ഇൻ ദ വെബ് ആൻഡ് ഇന്റർനെറ്റ്. എനിക്ക് ആ ഇന്റർനെറ്റ് എന്ന് പറഞ്ഞ സംഭവത്തിനോടൊരു ഫാഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കമ്പ്യൂട്ടർ സയൻസ് എടുത്തത്. ആൻഡ് വൈൽ ഡൂയിങ് എന്താ പറയാ എഞ്ചിനീയറിംഗ്, ആ ഒരു എഞ്ചിനീയറിംഗിന്റെ പ്രോസസ്സിൽ യു ഫിഗർ ഔട്ട് ദാറ്റ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി കോർ എഞ്ചിനീയറിംഗ് ആണ്. ഇറ്റ് ഇസ് നോട്ട് അബൌട്ട് ദി ഇന്റർനെറ്റ്. യു റയർലി ഗെറ്റ് ടു വർക്ക് ഓൺ ദി ലാർജർ പിക്ചർ. അപ്പം എൻ്റെ കേസിൽ I got through, again, this is ഇപ്പോഴത്തെ സിലബസ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി ഔട്ട്ഡേറ്റഡ്, പണ്ടത്തെ C++ഉം കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇറ്റ് ഇസ് വെരി ഈസി ടു ഗെറ്റ് ത്രൂ. അപ്പം പാസ്സാവും. എന്താണ് കോർ പേപ്പറിലൊന്നും അറിയാറുണ്ടായിട്ടില്ല, അതന്നെ വലിയ ഭാഗ്യം. പക്ഷെ ഇറ്റ് വാസൻ സംതിങ് ദാറ്റ് ഐ വാസ് പാഷനേറ്റ് അബൌട്ട്. ഐ വാസന്റ് എ ഗ്രേറ്റ് പ്രോഗ്രാമർ. അപ്പം അത് ഒരു ഫാക്ടർ ആയിരുന്നു. പ്ലസ് ഈവൻ ഇഫ് ഐ വർ, എനിക്ക് തോന്നുന്നു ദിസ് പാർട്ട് ഓഫ് കമ്മ്യൂണിറ്റി ബിൽഡിംഗ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ് ടു മീ. എനിക്ക് എപ്പോഴും ആ ഒരു ഫാസിനേഷൻ ഓഫ് ഓപ്പൺ സോഴ്സ് ആൻഡ് ഓപ്പൺ സോഴ്സിന്റെ ഹോൾ കോൺസെപ്റ്റ്, റൈറ്റ്? ഇപ്പം ആൾക്കാർ, ഞാനിപ്പം ഇന്ത്യയിൽ നിന്നിട്ട് വർക്ക് ചെയ്യുന്നത്, ഇപ്പം someone in halfway across the world, like US അല്ലെങ്കിൽ ആഫ്രിക്ക അല്ലെങ്കിൽ ഓസ്ട്രേലിയ അല്ലെങ്കിൽ ഇത്രയും ഡൈവേഴ്സ് ആൾക്കാരോട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുക, അവരുടെ കൂടെ വർക്ക് ചെയ്തിട്ട് ഒരു സിംഗിൾ പ്രോജക്റ്റിൽ നിങ്ങൾ അക്രോസ് ഡിഫറെന്റ് ടൈം സോൺസ്, അക്രോസ് കോണ്ടിനെന്റ്സ് ആൻഡ് ഓൾ ഓഫ് ദാറ്റ് വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഞാൻ സ്പെസിഫിക്കലി എടുത്തത്. ഇൻ ടേംസ് ഓഫ് പ്രോഗ്രാമർ വേഴ്സസ് കമ്മ്യൂണിറ്റി മാനേജർ, ഇറ്റ് ഈസ് എൻ ആപ്പിൾസ് ടു ഓറഞ്ചസ് കമ്പാരിസൺ. അതിപ്പം ഇറ്റ് ഈസ് ഹൈലി ഡിപ്പെൻഡന്റ് ഓൺ നിങ്ങളുടെ ഇൻഡിവിജ്വൽ പ്രെഫറൻസ് എന്താണ്, നിങ്ങളുടെ ഗോൾസ് എന്താണ്. ഇഫ് സാലറി ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, പ്രോബബ്ലി programmer at a FANG company would earn much more, right, than an average community manager. Appo adakke very very dependent aanu. Pinna skills is obviously another thing. Ippom a skilled programmer versus a skilled community manager, rendilum there are people who are making extremely well, who are doing extremely well. Ippom adu oru comparison aanu ennu enikku thonnilla. That is not something that we can കവർ. ഭയങ്കര ഇൻഡിവിജ്വൽ ആയിട്ട് സ്പെസിഫിക് ഫോക്കസ്ഡ് സംഭവം അത്. ഫെയർ ഇനഫ്. ഇത് ഓപ്പൺ വെബ്, ഇന്റർനെറ്റ്, അതിനെ ചുറ്റിപ്പറ്റിയുള്ള കുറേ സാധനങ്ങളിൽ ശ്രേയസ് യു വർക്ക് ഫോർ എ ലോങ് ടൈം ആൻഡ് ഓൾസോ യുവർ കരിയർ ഈസ് ഫുൾ ഓഫ് തിങ്സ് റിലേറ്റഡ് ടു ഇന്റർനെറ്റ് അല്ലേ? എന്താണ് ഈ ഓപ്പൺ വെബിലേക്ക്? I mean, you already told this to me when you were in Mozilla a long time back. എന്നാലും for the viewers, ഈ ഓപ്പൺ വെബിലേക്ക് അല്ലെങ്കിൽ ഇന്റർനെറ്റിലേക്ക് ഇത്ര അട്രാക്റ്റഡ് ആവാൻ എന്തെങ്കിലും സ്പെസിഫിക് കാരണങ്ങളുണ്ടോ? എനിക്ക് എൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ബേസിക്കലി ദി ഓപ്പർച്യൂണിറ്റി, റൈറ്റ്? അപ്പം നമ്മളൊക്കെ കണ്ടു വളർന്ന തന്നെ, അറ്റ്ലീസ്റ്റ് എനിക്ക് കണ്ടു വളരാനുള്ളൊരു
ഒരു സാഹചര്യം ഉണ്ടായി, അതന്നെ ഒരു വലിയ കാര്യം. All of this internet heroes and people who built companies on the internet. അപ്പം അതും നമ്മളെ ഒരു ഇതുമായിട്ട് നമ്മളുടെ ഒരു പേരൻസ് ജനറേഷനായിട്ട് കമ്പയർ ചെയ്യുമ്പം വളരെ വളരെ വ്യത്യാസമുണ്ട് അതിനകത്ത്. കാരണം ഒരു 9 to 5 ജോബ് അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ജോബിന്റെ ഒരു പെർസെപ്ഷൻ ആണ് അവർക്ക് ഉണ്ടാവുക. വേറെസ് ഇപ്പം എന്ന് പറഞ്ഞാൽ വിത്ത് ടെക്നോളജി, വിത്ത് ദ ഇന്റർനെറ്റ് മേക്കിംഗ് ഓൾ ഓഫ് ദിസ് പോസിബിൾ, നിങ്ങളുടെ ആ ഒരു ഫസ്റ്റ് വേവിന്റെ അകത്ത് ആൾക്കാർ കുറെ കമ്പനീസ് ഉണ്ടാക്കി, they made a lot of money, they did all of those things. Even before that, right, people were contributing to open source projects, people were still doing these things. ഇപ്പോഴാണ് ഇപ്പം ഫോർ എക്സാമ്പിൾ പാൻഡമിക് ഒക്കെ വന്നപ്പോഴാണ് പുതിയ ഫ്യൂച്ചർ ഓഫ് വർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് റിമോട്ട് വർക്കിംഗ് ഒക്കെ വരുന്നത്. അപ്പം ഇതിനു മുന്നേ തന്നെ ഫോർ പീപ്പിൾ ഹു ബീൻ ഇൻ ദിസ് ഓപ്പൺ സോഴ്സ് വേൾഡ്, they have been collaborating. They have been sitting at their houses, a beach or mountains, they've been sitting there and they've been working, right? They've been making amazing projects. India എന്നിട്ട് ആൾക്കാർ ഉണ്ടാക്കുന്നത് the same project, someone is taking that code and building something on top of that, right? അപ്പം the whole concept of people collaborating without ഒരു company structure illade, people are collaborating from their living rooms or bedrooms or whatever, right? ആ ഒരു കോൺസെപ്റ്റ് എനിക്ക് ഭയങ്കര ഒരു ഫാസിനേഷൻ പണ്ട് മുതലേ ക്രിയേറ്റ് ചെയ്തു. പിന്നെ ഇറ്റ് വാസ് അബൌട്ട് ഡൂയിങ് ഗുഡ്, റൈറ്റ്? ഇറ്റ് വാസ് അബൌട്ട് നമ്മളുടെ ആ ഒരു കരിയർ വെച്ചിട്ട് നമുക്ക് ഹൗ കെൻ യു മേക്ക് എ പോസിറ്റീവ് ഇമ്പാക്ട്. അഗൈൻ ദിസ് ഇസ്, ഇറ്റ്സ് നോട്ട് ടു സേ ദാറ്റ് ടെക്നോളജി എല്ലാത്തിനുള്ള ഒരു സൊല്യൂഷൻ അല്ല. ഇറ്റ് ഇസ് ഫാർ ഫ്രം ഇറ്റ്. ഹ്യൂമൻ എലിമെന്റ് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ്. പക്ഷേ if you can do good with your work while having this opportunity, our specific സംഭവം എനിക്ക് ഭയങ്കര ഒരു അട്രാക്ഷൻ ആയിട്ട് തോന്നി. I don't know if that makes sense, but yeah, it makes sense. So essentially Shreyas പറഞ്ഞതിൽ നമുക്ക് കിട്ടുന്നത് one main point is internet made lots of things possible. അതായത് പണ്ട് എന്താ പറയുക, ഒരു ഗ്രാമത്തിലോ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഗ്രേഡ് ടൗണിലോ ജനിച്ച ഒരാൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിനേക്കാളും എത്രയോ മടങ്ങ് തിങ്സ് ആർ പോസിബിൾ ഫോർ എവറി ഇൻഡിവിജ്വൽ. ഐ തിങ്ക് അതാണ് തോന്നുന്നു ആ സ്പിരിറ്റ്, ദ സ്പിരിറ്റ് ദാറ്റ് യു ആർ ടോക്കിംഗ് അബൌട്ട് ഈസ് എക്സാക്ട്ലി ദാറ്റ്. സോ ഓൺ ദാറ്റ് സെയിം പോയിന്റ്, ആക്ച്വലി ശ്രേയസ് ഒരു ഇത് കൊണ്ടുവന്നത് ഈ റിമോട്ട് വർക്ക് പിന്നെ ഇന്റർനാഷണൽ ട്രാവൽ രണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ആസ് എ കമ്മ്യൂണിറ്റി മാനേജർ യു ഗെറ്റ് ടു ട്രാവൽ ആൻഡ് മീറ്റ് പീപ്പിൾ ഇൻ അക്രോസ് കൺട്രീസ് മേ ബി, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അക്രോസ് ദി ഇൻസൈഡ് ഇന്ത്യ ഇറ്റ്സെൽഫ്, അക്രോസ് പ്ലേസസ് മേ ബി. അതും ഇപ്പോൾ ആണെങ്കിൽ എല്ലാവരും റിമോട്ടുമാണ്. അപ്പോൾ ഐ മീൻ we will talk about that remote situation later, but essentially how was that experience before all this, where you could travel a lot of places? ഏതൊക്കെ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് ശ്രേയസ്? Experience was obviously great. As a college student, being able to Mozilla, thanks to Mozilla and all of these organizations, അവർക്ക് ചെയ്ത കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഫോർ എ സ്പെസിഫിക് ഇവന്റ്, ഒരു വർക്ക് വീക്ക് അല്ലെങ്കിൽ എന്തിനായിക്കോട്ടെ, they've been kind enough to invite me for some of these. അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ പോകാൻ പറ്റി. അപ്പം that was a great experience. കാരണം നിങ്ങൾക്ക് കുറെ ഡിഫറെന്റ് ആൾക്കാരോട് സംസാരിക്കാൻ പറ്റും, ഡിഫറെന്റ് ലൈക്ക് പീപ്പിൾ who are very different from you, right? നമ്മളെ ഒരു സർക്കിളിൽ അല്ലാത്ത കുറെ ആൾക്കാരോട് നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നത്, അവരുടെ experiences, അവരുടെ സ്റ്റോറീസ് എന്തൊക്കെയാണെന്ന് അറിയാൻ പറ്റുന്നത്. All of those were really fascinating to me. കുറെ സ്ഥലത്തൊക്കെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു, which I'm very thankful for. ഇപ്പം obviously again this is not dependent, ഒരു കമ്മ്യൂണിറ്റി മാനേജർ ആയതുകൊണ്ട് ട്രാവൽ ചെയ്യാൻ പറ്റണം എന്ന് ഒരു നെസസിറ്റി അല്ല. ദാറ്റ് ഈസ് വെരി സബ്ജക്റ്റീവ്. നിങ്ങളുടെ ഒരു കേസ് ബൈ കേസ് ആൻഡ് കമ്പനി ബൈ കമ്പനി അത് മാറും. ഞാൻ ഇതുവരെ വർക്ക് ചെയ്തതിലെ കുറച്ച് ഓർഗനൈസേഷൻസിൽ ട്രാവൽ വാസ് എ പാർട്ട് ഓഫ് ദാറ്റ്. അപ്പം അഗൈൻ ട്രാവൽ യു ക്യാൻ കൺസിഡർ ആസ് എ പെർക്ക് ഓർ നോട്ട്. എനിക്ക് എൻ്റെ ആ ഒരു സിറ്റുവേഷനിൽ ഐ വാസ് ഹാപ്പി അബൌട്ട് ട്രാവലിംഗ്. ഐ ലൈക്ഡ് ട്രാവലിംഗ്. പക്ഷെ ആസ് യു പ്രോഗ്രസ് ഇൻ യുവർ കരിയർ ചിലപ്പം ഇറ്റ്സ് ലൈക്ക് ദ ഇപ്പോഴത്തെ
കുറെ സ്റ്റാർട്ടപ്സിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ എടുത്ത് നോക്കിയാൽ മറ്റേ ഫൂസ്ബോൾ ടേബിൾ, ബിയർ ഫ്രൈഡേസ് എന്നൊക്കെ കാണുന്ന പോലെയാണ്. അറ്റ് സം പോയിന്റ് നിങ്ങൾക്ക് അതൊരു പെർക്ക് അല്ല, അതൊരു പ്രശ്നമായിട്ട് തീരാവുന്ന സിറ്റുവേഷനും ഉണ്ട്. ലൈക്ക് ഇഫ് യു ഹാവ് എ ഫാമിലി, നിങ്ങൾക്കൊരു ഫാമിലി ലൈഫ് ഒക്കെ ഉണ്ട്. അപ്പം ഇഫ് യു ആർ ട്രാവലിംഗ് ലൈക്ക് 6 months ഓർ ലൈക്ക് 3 months, അത് നിങ്ങൾക്ക് ഭയങ്കര സ്ട്രെസ്ഫുൾ ടൈമാണ്. ഉറക്കുണ്ടാവില്ല, അങ്ങനത്തെ കുറെ ലൈക്ക് നെഗറ്റീവ് സൈഡ്സും ഉണ്ട്. പക്ഷെ ബട്ട് ഐ ലൈക്ക് ട്രാവലിംഗ്. അപ്പം and some of these roles help me with that. But I think one of the most interesting things would be definitely meeting people and learning about them. അത് pre-pandemic-ഉം അങ്ങനെ തന്നെയായിരുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. Like you get to meet very interesting people working on very interesting things and really understanding them. കാരണം ഇപ്പം ലൈക്ക് ഇന്നലെ ഞാൻ ഒരാളോട് വെച്ചിട്ടുണ്ടായിരുന്നു who works on prisoner re-entry and education system. അപ്പൊ അവര് ഫ്ലോറിഡയില് പ്രിസൺസിന്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്, പ്രിസണേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ദേ ട്രൈ ടു ഇന്റഗ്രേറ്റ് ദം ബാക്ക് ഇൻ ടു സൊസൈറ്റി. അപ്പം നിങ്ങൾ അവർക്ക് കുറെ സ്റ്റാറ്റിസ്റ്റിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ വാട്ട് ഇസ് ദ മോസ്റ്റ് എഫക്റ്റീവ് വേ ടു introduce people back into the society അങ്ങനെയൊക്കെ. അപ്പം for me it's the most exciting part is working with all of these people and trying to see നമ്മളൊരു ഓർഗനൈസേഷൻ ലെവലിൽ നമുക്ക് എങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട്. ഇൻട്രസ്റ്റിംഗ്. അപ്പോ ഒരു എന്താ പറയാ, ഒരു അനലോജിയാണ്. ഈ അനലോജി അല്ല, കമ്പാരിസൺ. അഗൈൻ ആപ്പിൾ ആൻഡ് ഓറഞ്ച് ആയിരിക്കും ചിലപ്പോ. ഈ സെയിൽസ് പേഴ്സൺ അല്ലെങ്കിൽ സെയിൽസ്മാൻ എന്നുള്ളൊരു റോളുമായിട്ട് ഇത് കമ്പയർ ചെയ്താൽ ഏകദേശം അതേപോലെ ആയിട്ട് വരില്ലേ? യു ആർ സെല്ലിംഗ്, റൈറ്റ്? യു ആർ നോട്ട്. നമ്മള് often, as in, again, this would also probably depend. പക്ഷെ ഒരു ഐഡിയൽ community focused organization ആണെങ്കിൽ you are not really trying to sell. Again, this can vary a lot on organizations. നിങ്ങൾ കിട്ടുന്ന റോള്, നിങ്ങളെ വർക്കിംഗ് റോളിലൊക്കെ. പക്ഷെ usually it is not that case. At least I was fortunate enough. പിന്നെ നിങ്ങൾ കമ്മ്യൂണിറ്റിയിൽ തന്നെ there are different verticals that you could report to. അപ്പം നിങ്ങളുടെ if you're reporting to a sales team, your KPI അല്ലെങ്കിൽ നിങ്ങളുടെ OKR will be okay, നമുക്ക് എത്ര കമ്മ്യൂണിറ്റിയിലേക്കൂടെ എത്ര സെയിൽസ് ഉണ്ടായി നമുക്ക് നോക്കലായിരിക്കും നിങ്ങളുടെ ഒബ്ജക്റ്റീവ്. വേഴ്സസ് ഇപ്പൊ നമ്മളൊരു മാർക്കറ്റിംഗിലാണെന്ന് വെച്ചോ, മാർക്കറ്റിംഗിലാണെങ്കിൽ എത്ര ലീഡ്സ് നമ്മൾ ജനറേറ്റ് ചെയ്തു, എത്ര വ്യൂസ് ഉണ്ടായി, എത്ര എന്താ പറയാ കൺവേർഷൻ ഉണ്ടായി, ഇതൊക്കെ ആയിരിക്കും നിങ്ങളുടെ OKR. വേഴ്സസ് ഇപ്പം എഡ്യൂക്കേഷൻ ടീമിലാണെങ്കിൽ how many people have we impacted. അപ്പം it is very specific to the team that you are reporting to. കാരണം ഈ ഒരു റോളിനായിട്ട് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ കേസിൽ ഇറ്റ് ഇസ് ഐ റിപ്പോർട്ട് ടു ദ ചീഫ് കമ്മ്യൂണിറ്റി ഓഫീസർ, ലൈക്ക് ഹെഡ് ഓഫ് കമ്മ്യൂണിറ്റീസ്. അപ്പം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് വെറും കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ആണ്. അറ്റ്ലീസ്റ്റ് വിത്ത് നിയർ വി ആർ ഫോക്കസ്ഡ് ഓൺ ബിൽഡിംഗ് കമ്മ്യൂണിറ്റീസ്. നമുക്ക് വി ഡോണ്ട് ഹാവ് ടു സെൽ എനിത്തിങ്. ഇറ്റ്സ് മോർ ലൈക്ക് how can we work with you? If an open web community ഉണ്ടെങ്കിൽ what is the best way to work with them? How can we support them? Kind of resources in this, more about figuring out if there is a fit. Yeah, that's the case with me. It's not sales എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ it is more about understanding what are the problems and how can we support, if we can support at all. At least near-inde കാര്യത്തിൽ, so near is the company you are working in now, NEAR, near. അതിൽ ചീഫ് കമ്മ്യൂണിറ്റി ഓഫീസർ എന്നൊക്കെ ഒരു റോൾ ഉണ്ടല്ലോ, ചീഫ് CEO, CTO, CO എന്നൊക്കെ പറയുന്നത് ചീഫ് കമ്മ്യൂണിറ്റി ഓഫീസർ. അപ്പോൾ സോ വാട്ട് എക്സാക്ട്ലി ഡസ് നിയർ ഡു? നിയർ എന്താണ് ശരിക്കും സംഭവം? നിയർ is a layer 1 blockchain. അപ്പം this is so ഇപ്പം if you can you can compare it with like Ethereum, right? From ആദ്യം Bitcoin ഉണ്ടായി, പിന്നെ Ethereum ഉണ്ടായി, പിന്നെ you have a lot of the other people who are everything is like by generation things that get like technology is getting better എന്ന് വേണ്ടി പറയാം. So Bitcoinന്റെ shortcomings നോക്കാൻ വേണ്ടിയിട്ടാണ് Ethereum ഉണ്ടായത്. പിന്നെ then you have all of these other alternate projects that are trying to look at scalability. ഇപ്പം ഒരു ചായക്കടയിലേക്ക് നമ്മൾ പോയി, അപ്പം യു പേ ത്രൂ ബിറ്റ്കോയിൻ. നിങ്ങൾക്ക് കുറെ there's a lot of fees that you have to pay for that small transaction. പിന്നെ അപ്പം ഇൻസ്റ്റന്റ് അല്ല, ഇപ്പൊ നിങ്ങൾ ചായ കുടിച്ചപാട് പൈസ കൊടുത്ത് ചേർക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ കുറെ പ്രോബ്ലംസ് ഉണ്ട്. അപ്പം ദാറ്റ് ഇസ് വാട്ട്
companies are definitely trying to solve. നമ്മളെ കേസിൽ അത് തന്നെയാണ്. We layer 1 protocol. അപ്പം think of us like ഒരു ഗൂഗിൾ എന്താ പറയാ Play Store പോലെ കരുതാം, right? Where you have the infrastructure. Now we can enable people and companies to build on top of this infrastructure. അപ്പം അതാണ് ഒരു layer 1 protocol. പിന്നെ നമ്മളെ on the sales side, we have scalability, user experience, human-centered design, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. Like trying to make blockchain കുറച്ചും കൂടെ accessible to people and not very daunting to a lot of people. ഞാൻ ഈ ബ്ലോക്ക് ചെയിനിൽ പക്കാ സീറോ ആണ്, പക്ഷെ അതുകൊണ്ട് ചോദിക്കാം, അപ്പോൾ ഇതില് ഒരു ആപ്പാണോ അങ്ങനെയാണ് ഉണ്ടാവുക? അത് ഒരു ആപ്ലിക്കേഷൻ ആണോ അതോ കൂടുതൽ ഒരു API പോലെയാണോ? ഡെവലപ്പേഴ്സ് ആണോ അതിൽ കൂടുതൽ പണിയെടുക്കുക? ഡെവലപ്പേഴ്സ് ആണ്. ഇതൊരു പ്ലാറ്റ്ഫോം ആണ്. അപ്പം പീപ്പിൾ ബിൽഡ് ഓൺ ടോപ്പ് ഓഫ് ദിസ് പ്ലാറ്റ്ഫോം. യു ഹാവ് ടൂളിംഗ്, യു ഹാവ് എഡ്യൂക്കേഷൻ സ്റ്റഫ്, കുറെ ഡെവലപ്പർ ടൂൾസ് ഉണ്ട്, കുറെ API പോലത്തെ കാര്യങ്ങളുണ്ട്. അപ്പൊ യു കെൻ ഇന്റഗ്രേറ്റ് ആൻഡ് ബിൽഡ് ഓൺ ടോപ്പ് ഓഫ് ദ പ്ലാറ്റ്ഫോം. നിയറിന്റെ കാര്യത്തിൽ വി ആർ ട്രൈങ് ടു ബിൽഡ് ആൻ ഇക്കോസിസ്റ്റം. അപ്പം companies in the like that are building on top of Near. You have individuals that are building projects. Apart from the tech side of things, for anyone who's watching, communities in it. So if you are even building a non-tech community, if you're interested in like writing, marketing, design, video, and interested, we also offer support in terms of helping them contribute to the open source ecosystem. പക്ഷെ അതിന് നിയറിന്റെ ആവശ്യം എന്താ? അതായത് ഇപ്പൊ ഒരു ചായക്കട തുടങ്ങുകയാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് ഉണ്ടാക്കി തുടങ്ങിക്കൂടെ? അതിൽ നിയർ എവിടെയാണ് കടന്നു വരുന്നത്? ഈ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിൻ ആണല്ലോ നിയറിന്റെ മെയിൻ പോയിന്റ്. അവിടെ ബ്ലോക്ക് ചെയിനിന്റെ ശരിക്കും യൂസ് എന്താ? ബ്ലോക്ക് ചെയിൻ isn't ഒരു പുതിയ ഒരു ടെക്നോളജി ആണെന്ന് പറയാൻ പറ്റില്ല. Like it is basically a public ledger. From blockchain in the popularity is just because of Bitcoin. The pricing is what, $52,000 for one Bitcoin, right? That is how people are getting introduced to blockchain. Blockchain is not the answer to a lot of things, right? It is not the primary solution to all your problems. അത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളുടെ കാര്യത്തിൽ what we try and do is figure out, are there any opportunities within these people who are doing things? Let's say NFTs എന്ന് പറഞ്ഞ സംഭവമുണ്ട്, which is say digital art, right? അപ്പോൾ ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ, ഇപ്പൊ നിങ്ങളൊരു ട്രഡീഷണൽ ആർട്ടിസ്റ്റ് ആണ്, think of like ലിയോനാർഡോ ഡ വിഞ്ചി, right? അയാള് എന്താണ് മോണാലിസ പെയിന്റ് ചെയ്തത്. Now the problem is മോണാലിസക്ക് ഇപ്പം കുറെ കോപ്പി ഉണ്ടാവും. You can't verify that Mona Lisa is authentic unless kore resource and time on adu verify cheyan vedite. If that is, imagine that on blockchain, right? Ippathare artist anengil they would put it on the blockchain and you would say that okay, idinde oru piece njan undakulu, this is an extremely rare art that you can buy from me, which means that you can verify the transaction. Naale enikadu vikkandikile enikku block thiriche, if I put it in a marketplace, I can still review the transaction back to where it originated. Our public ledger announce, that is what is blockchain, right? It's a public ledger. Now then you think of like different use cases that can be built around that. Kore use cases undu, pinna kore force fitting undu. People try and force fit blockchain into everything. But digital art is something that is super interesting because you can verify all of that. Ipo nammalde platform inde mele build cheyna oru app, and it's called paras.id. ഇന്തോനേഷ്യയിലെ ഒരു ടീമാണ്. അപ്പൊ അവര് ഒരു ഡിജിറ്റൽ ആർട്ട് മാർക്കറ്റ് പ്ലേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ യു കെൻ, ആസ് ക്രിയേറ്റേഴ്സ്, ആസ് ആർട്ടിസ്റ്റ്, യു കെൻ ക്രിയേറ്റ് യുവർ ആർട്ട് ആൻഡ് പുട്ട് ഇറ്റ് ഓൺ ദെയർ ആൻഡ് പീപ്പിൾ കെൻ ബൈ യുവർ ആർട്ട്. അപ്പം ലോട്ട് ഓഫ് പീപ്പിൾ ആർ ബൈയിങ് digital art these days, and it's all verifiable in terms of who's owning it, all of that. That is one use case. ഇതുപോലത്തെ കുറെ സെക്ടേഴ്സിൽ, e-commerce, logistics, healthcare, എല്ലാത്തിലും different use cases ഉണ്ട്. So essentially ഇന്റർനെറ്റ് ഉണ്ടായിരുന്നപ്പോ, ഇന്റർനെറ്റ് ഇല്ലാതിരുന്നപ്പോ
പീപ്പിൾ വുഡ് ഹാവ് ബീൻ ലൈക്ക് ഇതെന്താ ഞാനിത് നേരിട്ട് പോയിട്ട് ചായക്കട തുടങ്ങിയാൽ മതിയല്ലോ, എന്തിനാണ്, അല്ലെങ്കിൽ സ്വിഗ്ഗി ഊബർ ഒക്കെ നേരിട്ട് എനിക്ക് ഫോൺ വിളിച്ചിട്ട് ഊബർ വിളിക്കാമായിരുന്നല്ലോ. ഇപ്പോൾ ഇന്റർനെറ്റ് വന്നപ്പോൾ നമ്മളത് ഇന്റർനെറ്റ് വഴി ചെയ്യുന്ന പോലെ ഇനി ബ്ലോക്ക് ചെയിനിൽ ഇതേപോലെ ക്രിയേറ്റീവ് ആയിട്ട് പല പുതിയ ഇന്നോവേറ്റീവ് സൊല്യൂഷൻസ് വിച്ച് ഇപ്പോൾ ഉള്ള വെറും ഇന്റർനെറ്റ് മാത്രം വെച്ചിട്ട് ചെയ്യുന്നതിനേക്കാൾ ഇന്നോവേറ്റീവ് ആയിട്ട് പലതും വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ള ഒരു ഇതല്ലേ. അപ്പൊ നമ്മളിപ്പം ഇന്ന് രാവിലെ ഞാൻ ഒരു ആളോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പം ദേ വർ ട്രൈങ് ടു ബിൽഡ് എന്താ പറയാ, ഇപ്പൊ നമ്മളൊരു ചിറ്റ് ഫണ്ട് ഇല്ലേ, ചിട്ടിയില്ലേ, അത് ബ്ലോക്ക് ചെയിനിൽ ലൈക്ക് ഇമാജിൻ ദാറ്റ് ഇൻ ദ ബ്ലോക്ക് ചെയിൻ വേൾഡ്, റൈറ്റ്? അപ്പം അതിൻ്റെ അകത്ത് ഇപ്പോഴത്തെ ചിറ്റ് ഫണ്ടിൽ എന്തൊക്കെയാ പ്രോബ്ലംസ്, വെയർ ഓർഗനൈസർ ഒരു കട്ട് എടുക്കും, ഹെഫ്റ്റി കട്ട്, all of that. You will have to trust that all of these things are there. ആ ഒരു ട്രസ്റ്റ് എലിമെന്റ് ഒഴിവാക്കുക, ബിക്കോസ് ദിസ് ഇസ് ഓൾ ട്രസ്റ്റ്ലെസ്, ഇറ്റ്സ് ഓൾ ഓൺ ദ ബ്ലോക്ക് ചെയിൻ, എല്ലാം മാത്ത് പവേർഡ് ആണ്. അപ്പം ദർ ഇസ് നോ മിഡിൽ മാൻ ഇൻവോൾവ്. അപ്പം അതാണ് ഐ തിങ്ക് ബ്ലോക്ക് ചെയിൻ്റെ വൺ ഓഫ് ദ മെയിൻ എന്താ പറയുക സെല്ലിംഗ് പോയിന്റ്, റൈറ്റ്? അപ്പൊ അതിന്റെ മേലെ വെച്ചിട്ട് ആൾക്കാർ ഇങ്ങനത്തെ കുറെ എന്താണ് ട്രഡീഷണൽ സംഭവം ആയിട്ട് എങ്ങനെയാണ് നമുക്ക് ഇതൊന്നൊരു ഇന്നോവേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ള രീതിയിൽ ആൾക്കാർ കുറെ പ്രോജക്ട്സിനെ പറ്റിയിട്ട് ആലോചിക്കുന്നുണ്ട്. ഐ തിങ്ക് ക്രിപ്റ്റോ കറൻസി ആണെന്ന് തോന്നുന്നു അതിന്റെ ഏറ്റവും ബെസ്റ്റ് യൂസ് കേസ് അല്ലേ. പക്ഷെ ഇന്ത്യയിൽ ഇപ്പോൾ ക്രിപ്റ്റോ കറൻസി അലൗഡ് ആണോ, ബാൻഡ് അല്ലേ? ബാൻഡ് അല്ല, ഇറ്റ്സ് ബാൻഡിനെ പറ്റിയൊക്കെ അവർ സംസാരിക്കുന്നുണ്ട്. ഒരു ബില്ല് വരാൻ പോകുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. നോബഡി റിയലി നോസ് ആ ബില്ലിന്റെ അകത്ത് എന്താ ഉള്ളതെന്ന് ആർക്കും അറിയില്ല. ഇപ്പം ഉള്ളത് മൊത്തം സ്പെക്യുലേഷൻ ആണ്. അതായത് ഇത് ബാൻ ചെയ്യും പറഞ്ഞിട്ട് കുറെ ആൾക്കാർ നടക്കുന്നുണ്ട്. പിന്നെ you have exchanges. ഇന്ത്യയിൽ തന്നെ കുറെ എക്സ്ചേഞ്ചസ് ഉണ്ട്, ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചസ്. അപ്പം അവര് they've been lobbying hard. They said നമുക്ക് ഇത്ര $1 million ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട്. അപ്പം ഒരു പെട്ടെന്ന് ഒരു ദിവസം ബാൻ ചെയ്യാന്ന് പറഞ്ഞാല് ലൈക്ക് ഇമാജിൻ ഇത്രയും ആൾക്കാര് ഇതൊരു വെൽത്ത് ഡൈവേഴ്സിഫിക്കേഷൻ ക്ലാസ് ആയി മാറിയിട്ടുണ്ട്. അതായത് നോർമലി ബാങ്ക്സിനൊന്നും ട്രസ്റ്റ് ചെയ്യാത്ത ആൾക്കാർ they are putting in a part of their wealth in Bitcoin, which makes sense. കാരണം നിങ്ങൾക്ക് വെനസ്വേല അല്ലെങ്കിൽ ഹൈപ്പർ ഇൻഫ്ലേഷൻ ഉള്ള രാജ്യങ്ങൾ നോക്കിയാൽ ഒരു ചാക്ക് നിറച്ച പൈസ കറൻസി നോട്ട്സ് എടുത്തിട്ടാണ് ആൾക്കാർ ഭക്ഷണം വാങ്ങിക്കാൻ പോകുന്നത്. അപ്പം വെൻ യു തിങ്ക് ഓഫ് ഓൾ ദോസ് തിങ്സ്, ഈ ഒരു ട്രസ്റ്റ്ലെസ് സിസ്റ്റം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഇക്കണോമിക് എന്താ പറയാ ലെവലിൽ നമുക്ക് വെൻ വി തിങ്ക് അബൌട്ട് ഇറ്റ് അതൊരു വലിയ സംഭവമായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ ഇന്ത്യ സ്പെസിഫിക്കലി ഇപ്പൊ ഉള്ളത് ഫുൾ സ്പെക്യുലേഷൻ ആണ്. ദർസ് നത്തിങ് ദാറ്റ്സ് സോളിഡ്. ഇപ്പോഴും ആൾക്കാർ മിനിസ്ട്രി എല്ലായിട്ട് ഡിസൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് whether to ban it or to regulate it, right? Which is, can we tax this out? Can we learn from other economies, other places like US or Europe and figure out a tax law? That is still to be decided. ഇതിനു മുമ്പ് സോറി ഇവിടെ ലൈറ്റ് തീരെ ഇല്ലാത്തതുകൊണ്ട് മൊബൈലില്ല. ഇതിനു മുമ്പ് ശ്രേയസ് യൂസ് ടു വർക്ക് വിത്ത് ക്രിപ്റ്റോ കറൻസി സ്റ്റാർട്ടപ്സ് അല്ലേ, കോൺസ്റ്റലേഷനോ മറ്റോ? ഇതിനു മുമ്പേ ഞാൻ കോൺസ്റ്റലേഷൻ ഉണ്ടായിരുന്നു, പിന്നെ കോയിൻ ലിസ്റ്റ് ഉണ്ടായിരുന്നു. കോയിൻ ലിസ്റ്റ് ബേസിക്കലി ലൈക്ക് ഏഞ്ചൽ ലിസ്റ്റിന്റെ ഒരു സ്പിൻ ഓഫ് ആണ്. ഏഞ്ചൽ ലിസ്റ്റ് വാസ് പ്രൊവൈഡിങ് എന്താ പറയാ hiring, help, team building, investing. ഇതിനൊക്കെ സ്റ്റാർട്ടപ്സിന് ഒരു ഇക്കോസിസ്റ്റം ആണ് ഏഞ്ചൽ ലിസ്റ്റ്. അപ്പം ഏഞ്ചൽ ലിസ്റ്റിന്റെ ടീംസിൽ ഏഞ്ചൽ ലിസ്റ്റിന്റെ കുറെ early founders and all of that spun off CoinList. They started their own company which was focused on cryptocurrency. Essentially, from ആ സമയത്ത് കുറെ ICOs-ഉം ടോക്കൺ സെയിൽ ഒക്കെ നടക്കുന്ന സമയമായിരുന്നു. അപ്പം a lot of these people said, ഏഞ്ചൽ ലിസ്റ്റിനടുത്ത് പോയി പറഞ്ഞു, നമുക്ക് we want legitimacy, right? അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ ഒരു സ്പേസിൽ ഇത്രയും കുറെ സ്കാംസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. They said ഏഞ്ചൽ ലിസ്റ്റിന്റെ ആ ഒരു പേരും ഇൻവോൾവ്മെന്റും ഉണ്ടെങ്കിൽ there will be some sort of legitimacy with the project. അപ്പം can we involve you guys in some way? അപ്പം ഇങ്ങനെ ഒരു 10 കമ്പനി വന്നപ്പോൾ അവർ പറഞ്ഞു, okay, now it is time that this would establish itself as its own company. അങ്ങനെ അവര് CoinList തുടങ്ങി, which is focused just on crypto companies, legitimate crypto companies. അങ്ങനെ ഇതൊക്കെ ഇന്റർനാഷണൽ കമ്പനികളല്ലേ, അതായത് ഒന്നും ഇന്ത്യയിൽ തുടങ്ങിയതൊന്നല്ലല്ലോ, ഇതൊക്കെ ഇന്റർനാഷണൽ അല്ലേ? അപ്പൊ അതെങ്ങനെ അവിടെ പോയിട്ട് ഇതെങ്ങനെ കണ്ടുപിടിച്ചു ഇത് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്? അവര് തന്നെ ക്രിപ്റ്റോ ഏതാണ് ലെജിറ്റ് എന്ന് അറിയാണ്ട് നിൽക്കുമ്പോ ശ്രേയസിന് ഏതാ മനസ്സിലായി ഇത് ലെജിറ്റ് കമ്പനിയാണല്ലോ? അല്ല, അപ്പം കോയിൻ ലിസ്റ്റ് ഞാൻ അധികം സോ ഓക്കെ, അപ്പം
എനിക്ക് എൻ്റെ മെയിൻ തിയറി എന്ന് പറഞ്ഞാൽ ഇപ്പം because I've been involved with a lot of open source projects, എനിക്ക് my strength would be that I can work with an international team, right? അപ്പം ഇന്ത്യൻ കമ്പനീസിന്റെ ഒരു എന്താ പറയാ പോളിറ്റിക്സ്, ഈഗോ, മറ്റേ എന്താണ് 9 to 5 ബോസിന്റെ കാട്ടും സമയം ഇരുന്നിട്ടില്ലെങ്കിൽ പണി കിട്ടും, ആ ഒരു സെറ്റിംഗ് ഒന്നും എനിക്ക് ശരിയാവില്ല. അപ്പം എൻ്റെ മെയിൻ തിയറി എന്ന് പറഞ്ഞാല് where can we add value, right? അപ്പം എൻ്റെ സ്കിൽസ് വെച്ചിട്ട് what is the most that I can do. അങ്ങനെ കോയിൻ ലിസ്റ്റിന്റെ സമയത്ത് അവർക്കൊരു ഓപ്പണിംഗ് ഉണ്ടായിരുന്നു കമ്മ്യൂണിറ്റി ഓപ്പറേഷൻസ് റോളിന് വേണ്ടിയിട്ട്. അപ്പം ആ റോള് ഇറ്റ് വാസ് നോട്ട് വെരി ഡിഫൈൻഡ്. കോയിൻ ലിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ദേ ആർ എ ലെജിറ്റ് ടീം, അതെനിക്കറിയാം. കാരണം ദേ കം ഫ്രം ഏഞ്ചൽ ലിസ്റ്റിന്റെ ആ ഒരു റെപ്യൂട്ടേഷൻ ഉണ്ട്. ഏഞ്ചൽ ലിസ്റ്റ് I've looked at them for quite some time. ടെക് ഇൻഡസ്ട്രിയിൽ അധികം കുറെ ആൾക്കെല്ലാം അറിയുന്നൊരു ഓർഗനൈസേഷനാണ് ഏഞ്ചൽ ലിസ്റ്റ്. അപ്പം ആ ഒരു ക്രെഡിബിലിറ്റി അവർക്ക് ഉണ്ട്. അപ്പം പിന്നെ ഞാൻ കോയിൻ ലിസ്റ്റ് ഇങ്ങനെ അവര് ഈ റോള് ഓപ്പണിംഗ് കണ്ടപ്പോൾ ഞാൻ വെറുതെ അതിന്റെ ഹെഡ് ഓഫ് ബിസിനസ് അല്ലെങ്കിൽ ഹെഡ് ഓഫ് ബിസിനസ് ഓപ്പറേഷന് ഞാൻ മെസ്സേജ് അയച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇതാണ് എന്റെ ബാക്ക്ഗ്രൗണ്ട്, can we you're looking for, can we get on a call? അങ്ങനെ ജസ്റ്റ് ഒരു കോൾഡ് മെസ്സേജ് അയച്ചു നോക്കിയാണ്, വിച്ച് ഈസ് യൂഷ്വലി ദ കേസ്. അങ്ങനെയാണ് എനിക്ക് ഇതുവരെയുള്ള എല്ലാ എനിക്ക് തോന്നുന്നു റോൾസും കിട്ടിയത്. യൂഷ്വലി അവര് US മാത്രം ഹയർ ചെയ്യാനായിരുന്നു നോക്കുന്നുണ്ടായത്. അറ്റ്ലീസ്റ്റ് ദാറ്റ് ജോബ് പോസ്റ്റിംഗ് വാസ് സെഡ് ദാറ്റ് ഇറ്റ് ഇസ് US റിമോട്ടും ഉണ്ടായിട്ടുള്ള തോന്നുന്നു, ന്യൂയോർക്ക് ആൻഡ് സാൻ ഫ്രാൻസിസ്കോ എന്ന് എഴുതിയത്. പക്ഷെ ഞാൻ ഐ ഡോണ്ട് കെയർ അബൌട്ട്, ഞാൻ ആ ഒരു ആസ്പെക്ട് നോക്കാറില്ല. ഇഫ് ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ എനി റോൾ ഐ ജസ്റ്റ് അപ്ലൈ റാൻഡംലി. അങ്ങനെ ദാറ്റ് വർക്ക്ഡ് ഔട്ട്. വി ടോക്ഡ് ഒരു 3 months നമ്മൾ ഒരു ടെസ്റ്റിംഗ് ഫേസ് ഉണ്ടായിരുന്നു, just to see if it's for me to get to know them. Usually അവര് നമ്മളൊരു 3 hours ഓവർലാപ്പ് വെച്ചു. അപ്പൊ ഞാൻ ഒരു 5-6 o'clock വൈകുന്നേരം തുടങ്ങും, ഒരു 9 മണി വരെ വർക്ക് ചെയ്യും. അപ്പൊ ആ ഒരു ഓവർലാപ്പ് ഉണ്ടായിരുന്നു അവർക്ക് ന്യൂയോർക്കിൽ. അപ്പൊ അങ്ങനെ ടെസ്റ്റ് നോക്കി, ഇറ്റ് വർക്ക്ഡ്. വി വർ ഏബിൾ ടു വർക്ക് ടുഗദർ റിയലി വെൽ. അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്തു. സോ ഇതൊക്കെ റിമോട്ട് ആയിരുന്നു, എല്ലാ പൊസിഷൻസും റിമോട്ട് ആണോ? ഇന്റർനാഷണൽ പൊസിഷൻസ് ഒക്കെ? ഇന്റർനാഷണൽ പൊസിഷൻസിലൊക്കെ ഐ മീൻ റിമോട്ട് നല്ല ഇവർക്കാർക്കും ഇന്ത്യയിൽ ഒരു ഓഫീസേ ഇല്ല. കോയിൻ ലിസ്റ്റിന്റെ കാര്യത്തിൽ ഐ വാസ് വൺ ഓഫ് 3 റിമോട്ട് എംപ്ലോയീസ്. 2 ആൾ അവർക്ക് ഓൾറെഡി അറിയുന്ന ഏഞ്ചൽ ലിസ്റ്റിന്റെ ടീമിന്റെ കൂടെ വന്ന ടീംസ് ആണ്. അപ്പം അവർക്ക് ഇപ്പം ബേസിക്കലി ഞാൻ മാത്രമേ ഒരു എക്സ്റ്റേണൽ പേഴ്സൺ ആയിട്ട് ഉണ്ടായിട്ടുള്ളൂ. ബട്ട് യാ, ഐ മീൻ അതർവൈസ് ഇന്ത്യയിൽ ഉള്ളതെല്ലാം റിമോട്ട് തന്നെയാണ്, കാരണം ദേ ഡോണ്ട് ഹാവ് എൻ ഓഫീസ് ഓർ എൻറ്റിറ്റി ഇൻ ഇന്ത്യ. സോ എസെൻഷ്യലി റിമോട്ട് എന്ന് പറഞ്ഞാൽ ഐ മീൻ ഇപ്പൊ എല്ലാവരും റിമോട്ട് ആയതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഇറലവൻ്റ് ആയിരിക്കും. പക്ഷേ റിമോട്ട് എളുപ്പമാണോ? ഐ മീൻ കമ്പയർഡ് ടു എസ്പെഷ്യലി കമ്മ്യൂണിറ്റി മാനേജ്മെന്റ് എന്ന പോലെയുള്ള റോളില് വേർ യു ഹാവ് ടു ടോക്ക് ടു പീപ്പിൾ, മീറ്റ് പീപ്പിൾ, ഇവന്റ്സ്, അതൊക്കെ റിമോട്ടിൽ ചെയ്യാൻ ഭയങ്കര കഷ്ടമല്ലേ? Again, it depends on the kind of organization. അപ്പം എൻ്റെ റിമോട്ട് റോൾസിൽ മിക്കവാറും എല്ലാം ഗ്ലോബൽ കമ്മ്യൂണിറ്റി ആണ്. അപ്പം യു ആർ നോട്ട് ജസ്റ്റ് ബിൽഡിംഗ് എ കമ്മ്യൂണിറ്റി ഇൻ ഇന്ത്യ. അപ്പം ഇന്ത്യ വാസ് ഇൻഫാക്ട് കോയിൻ ലിസ്റ്റിന്റെ കാര്യത്തിൽ we were more like a service platform, right? You're building communities for the clients that come on board. അപ്പം എല്ലാം ഓൾമോസ്റ്റ് എന്താ പറയാ റിമോട്ട് ആയപ്പോൾ ഇറ്റ്സ് എ ഗ്ലോബൽ കമ്മ്യൂണിറ്റി ദാറ്റ് യു ബിൽഡിംഗ്. അപ്പം എനിക്കതൊരു അഗൈൻ back to Mozilla and all of these open source organizations, we've been building communities like this. So അതൊരു ചാലഞ്ച് ആയിട്ട് തോന്നിയിട്ടില്ല. ഇവന്റ്സ് ചെയ്യുമ്പം യു ആർ ഡൂയിങ് ഇറ്റ് ആസ് എ വെർച്വൽ ഇവന്റ്. ഇപ്പം എല്ലാ ഇവന്റും വെർച്വൽ ആണ്, സൂം ഫെറ്റിക് ഒക്കെ വന്നു തുടങ്ങിയ ആൾക്കാർക്ക്. പക്ഷെ അന്നേരം അതൊരു വലിയൊരു ഇതായിട്ട് തോന്നിയിട്ടുണ്ടായില്ല. ഇറ്റ് വാസ് ഫെയർലി യൂഷ്വൽ. റിമോട്ട് ഈസി ആണോ എന്ന് വെച്ചാൽ അഗൈൻ ഇറ്റ് ഡിപെൻഡ്സ് ഓൺ ദ പേഴ്സൺ. ചില ആൾക്കാർക്ക് റിമോട്ട് സെറ്റ് ആവില്ല, അവർക്ക് they need physical presence 9 to 5 അങ്ങനത്തെ കുറെ കോൺസെപ്റ്റ്സ് ഉണ്ട്. എനിക്ക് ഇതുവരെ ഒരു പ്രശ്നം തോന്നിയിട്ടില്ല. എനിക്ക് ഐ ഡോണ്ട് തിങ്ക് ഐ കൻ ഗോ ബാക്ക് ടു ആൻ ഓഫീസ് ആൻഡ് വർക്ക് 9 to 5 അഗൈൻ. അപ്പൊ ആ ഒരു ചെറിയ പ്രശ്നങ്ങളും ഉണ്ട്. ആക്ച്വലി അതിനായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു ചോദ്യം യൂട്യൂബിൽ ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ഇൻ സ്റ്റോർ ഫോർ ദ ഫ്യൂച്ചർ ഫോർ കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ഓർ കമ്മ്യൂണിറ്റി മാനേജർ ഇൻ എ കൺട്രി ലൈക്ക് ഇന്ത്യ? അതും കണക്റ്റഡ് ആണെന്ന് തോന്നുന്നു. കമ്മ്യൂണിറ്റി മാനേജ്മെന്റ് ഇന്ത്യ എന്നുള്ളൊരു
കൺട്രി ജിയോ റെസ്ട്രിക്ഷൻസ് ഉണ്ടോ? ജിയോ IP ജിയോ എന്താണ് ബ്ലോക്കിംഗ് ഇല്ലല്ലോ ഈ കമ്മ്യൂണിറ്റി മാനേജ്മെന്റ് റോളിന്? അതോ എങ്ങനെയാണ് അതിന്റെ? അഗൈൻ എല്ലാം ഡിപ്പെൻഡന്റ് ആണ് നിങ്ങൾ എന്ത് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നുള്ള രീതിയിൽ. പക്ഷെ ഞാൻ കമ്മ്യൂണിറ്റി മാനേജ്മെന്റ് തുടങ്ങിയ സമയത്ത് നോബഡി ന്യൂ അബൌട്ട്. എനിക്ക് നോക്കാനോ വായിക്കാനോ ചോദിക്കാനോ ആരും ഉണ്ടായിട്ടില്ല. അപ്പം ഇപ്പൊ ഉള്ള കമ്മ്യൂണിറ്റി മാനേജേഴ്സിനോടൊക്കെ ഞാൻ പറയുന്നത് ആ ഒരു മൈൻഡ് സെറ്റ്, അതായത് ഇന്ത്യയില് ഐ അപ്ലൈ ഫോർ ഗോജെക് അല്ലെങ്കിൽ ഐ ഡോ മൈക്രോസോഫ്റ്റ് ഇന്ത്യ ഗൂഗിൾ ഇന്ത്യ, അത് വിട്. നിങ്ങൾ ബേസിക്കലി ദ വേൾഡ് ഇസ് ഇൻ യുവർ പാംസ്, റൈറ്റ്? നിങ്ങളെ ഇന്റർനെറ്റിന്റെ പവർ കൊണ്ട് നിങ്ങൾക്ക് ലിറ്ററലി എവിടെ വേണ്ടിക്കലും അപ്ലൈ ചെയ്യാം. അപ്പം ഡോണ്ട് ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇന്ത്യ. ഇന്ത്യയിലെ ഫ്യൂച്ചർ ഞാൻ പറഞ്ഞുതരാം. ഇറ്റ്സ് വെരി സിമ്പിൾ. It's basically that a lot of the companies don't understand the value of investing in communities. They simply copy what is there in the Silicon Valleys, right? Especially Bangalore. ബാംഗ്ലൂരിന്റെ കാര്യം പറയാൻ പറ്റില്ല, കാരണം ഞാൻ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ലാൻഡ്സ്കേപ്പ് എനിക്ക് അത്യാവശ്യം നല്ലോണം അറിയാം. ഇവിടെ ഫണ്ടിങ് കിട്ടി കഴിഞ്ഞപാട് ഒരു സ്റ്റാർട്ടപ്പ് എന്താണ് ഗ്രോത്ത്, DAU, MAU, എന്താണ് ഹൗ ഡസ് യുവർ വാല്യുവേഷൻ charts look like, next round of investment, ഇതൊക്കെയാണ് അവരുടെ ഒരു ഇത്. ആക്ച്വൽ കമ്മ്യൂണിറ്റി ബിൽഡിംഗ് വളരെ 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 കുറവാണ്. അപ്പം എന്നാലും ഉണ്ട് ചില കമ്പനീസ് ഒക്കെ റിയലി ജെന്യുവൻ ആയിട്ട് കമ്മ്യൂണിറ്റീസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനീസും ഉണ്ട്. പക്ഷെ അതാണ് ഇതൊരു വലിയൊരു ചാലഞ്ചാണ്. അതായത് നിങ്ങൾ പണിയെടുക്കുന്ന ലാൻഡ്സ്കേപ്പിൽ തന്നെ ആൾക്കാർ കമ്മ്യൂണിറ്റി ബിൽഡിംഗിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ചാലഞ്ചാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ട്രൈ ആൻഡ് ലുക്ക് ഫോർ ഓർഗനൈസേഷൻസ് ഔട്ട്സൈഡ്. ഹോപ്പ്ഫുള്ളി ആ ഒരു ലെവൽ ഓഫ് മെച്യൂരിറ്റി ഇവിടെ വരും. ഇപ്പം ഫാങ് കമ്പനീസ്, അതായത് ഫേസ്ബുക്ക്, ഗൂഗിൾ, ആമസോൺ, മൈക്രോസോഫ്റ്റ് എല്ലാം കമ്മ്യൂണിറ്റീസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡെവലപ്പർ റിലേഷൻസ് അല്ലെങ്കിൽ ഡെവലപ്പർ അഡ്വക്കേറ്റ്സിനൊക്കെ റോൾ തുടങ്ങിയിട്ടുണ്ട്, വിച്ച് ഇസ് എ ഗുഡ് സൈൻ. അപ്പൊ അതൊരു പോസിറ്റീവ് സൈൻ ആണ്. എന്നാൽ തന്നെ ഇറ്റ്സ് കുറെ മെച്യൂർ ആവേണ്ടിയിരിക്കുന്നു. അപ്പം അത് എവിടെ എത്തുന്നൊന്നും ഇപ്പം പറയാൻ പറ്റില്ല. ഐ തിങ്ക് അതായത് ഈ ഫ്യൂച്ചർ കരിയർ ഓഫ് ദ ഫ്യൂച്ചർ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് മേ ബി ശ്രേയസ് when you were finishing college probably this career didn't even exist. അതായത് അപ്പോൾ മേ ബി ഇന്റർനെറ്റ് ഒക്കെ വലുതായി വന്ന് ബ്ലോക്ക് ചെയിൻ, ക്രിപ്റ്റോ കറൻസി ഒക്കെ വരുന്നേ ഉള്ളൂ എന്ന് തോന്നുന്നു. ആ സമയത്ത് യു ജസ്റ്റ് എന്താ ഒരു ഇല്ലാത്തൊരു കരിയറിനെ ഇമാജിൻ ചെയ്ത് അതിൽ യു ഗോട്ട് ഇൻ കൈൻഡ് ഓഫ്. So maybe I'll ask this in two parts. First part, ആ സമയത്ത് പണ്ട് when you were choosing this career, എന്തായിരുന്നു what were your family and friends telling you regarding doing this? അവരെന്തെങ്കിലും സൊസൈറ്റിയിൽ എന്ത് പറഞ്ഞോണ്ടിരിക്കുമല്ലോ, അതാണല്ലോ സമൂഹജീവി. അവരെന്തായിരുന്നു പറഞ്ഞു? അതിപ്പം അൺഅവോയ്ഡബിൾ ആണ്. ആസ് ലോങ് ആസ് യു ആർ ലിവിങ് ഇൻ ഇന്ത്യ, സൊസൈറ്റിന്റെ ഒരു ഇന്റർഫിയറൻസും അത് അങ്ങനെയാണ് നമ്മളുടെ കൾച്ചർ. അപ്പം അത് എന്തായാലും ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ആ ഒരു സ്റ്റാർട്ടപ്പിലേക്ക് ജോയിൻ ചെയ്യുന്നതുകൊണ്ട് യാതൊരു പ്രശ്നം ഉണ്ടായില്ല. കാരണം എനിക്കൊരു അതൊരു എക്സ്പെരിമെന്റ് ആണെന്നുള്ള രീതിയിൽ എടുത്തു. കാരണം അന്നേരം അത്രയല്ലേ, ഇപ്പോഴും അത്രേ വയസ്സുള്ളൂ. എന്നാലും വാട്ട് കുഡ് പോസിബിളി ഗോ റോങ് എന്നുള്ളൊരു ഇതാണ്. അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്നുള്ള രീതിയിൽ പോയതാണ്. അപ്പം മെയിൻ ചാലഞ്ച് അറ്റ് ദാറ്റ് പോയിന്റ് വാസ് നിങ്ങൾ ഫസ്റ്റ് ജോബിൽ യു ഗെറ്റ് വെരി കംഫർട്ടബിൾ ബിക്കോസ് ഓഫ് ദ പീപ്പിൾ, ബിക്കോസ് ഓഫ് ദ സെന്റിമെന്റൽ റിലേഷൻഷിപ്സ്, അറ്റാച്ച്മെന്റ്, ആ ഒരു രീതിയിൽ ഉണ്ടാവും. ഫസ്റ്റ് ജോബിൽ ഇറ്റ് വാസ് എ വെരി സ്മോൾ സ്റ്റാർട്ടപ്പ്. നമ്മൾ 8 പേരെ ഉണ്ടായിട്ടുള്ളൂ. കുറെ പ്രോഡക്റ്റ് ചേഞ്ചസ്, എന്താ പറയാ, കുറെ ഇറ്ററേഷൻസ് ആൻഡ് ഇൻവെസ്റ്റർ ഡിസിഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം വി ഹാഡ് ടു കീപ് ചേഞ്ചിങ് ഫ്രീക്വന്റ്ലി. അൾട്ടിമേറ്റ്ലി വി ഹാഡ് ടു ഷട്ട് ഡൗൺ ദി കമ്പനി. അപ്പം ആ ഒരു സ്റ്റേജിൽ ദ ചാലഞ്ച് ഇസ് ഓൾസോ ദാറ്റ് ഇറ്റ്സ് എ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് എ സ്റ്റാർട്ടപ്പ്, റൈറ്റ്? അപ്പൊ ആ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഇഫ് യു ബി ഇൻ ദിസ് ഇക്കോസിസ്റ്റം ഫോർ സോ ലോങ്, നിങ്ങൾക്ക് വേറെ ഒന്നും അറിയില്ല. അന്നേരമാണ് ഈ ചാലഞ്ച് മനസ്സിലാവുക, ദാറ്റ് നോ അതർ കമ്പനി ഈസ് റിയലി ഇൻവെസ്റ്റിംഗ് ഇൻ കമ്മ്യൂണിറ്റീസ്, റൈറ്റ്? നിങ്ങൾ ചെയ്യുന്ന എന്താന്ന് പോലും അവർക്ക് അറിയില്ല. അപ്പം അങ്ങനത്തെ ഒരു ചാലഞ്ച് എന്തായാലും ഉണ്ടായിരുന്നു. ബട്ട് ഐ തിങ്ക് ആ ഒരു സ്റ്റാർട്ടപ്പ് ജോയിൻ ചെയ്യുമ്പോൾ നൗ യു സോർട്ട് ഓഫ് അണ്ടർസ്റ്റാൻഡ്. ഇപ്പം എല്ലാവർക്കും അറിയാം ദാറ്റ് ഈസ് വാട്ട് കംസ് വിത്ത് ദ ഹോൾ സ്റ്റാർട്ടപ്പ് എൻവയൺമെന്റ്. എസെൻഷ്യലി ഇവിടെ കറണ്ട് വന്നു, പക്ഷേ ഇനി ലൈറ്റ് ഇട്ടില്ല. എസെൻഷ്യലി യു അങ്ങനെ ഒരു കരിയറിനെ പറ്റി സോറി ലൈറ്റ് വന്നു. എന്താ പറയുക, ഒരു
ഒരു ഔട്ട്ലുക്കോട് കൂടി കരിയറിനെയും ജീവിതത്തിനെയും ഫേസ് ചെയ്യുമ്പോൾ മാത്രമല്ല ഇങ്ങനെയുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ പറ്റും. അതായത് വെറുതെ എല്ലാവരും പറയുന്ന പോലെ ചെയ്യുകയാണെങ്കിൽ വല്ല ഇൻഫോസിസിലോ TCSലോ ഏതെങ്കിലും ഒരു എൻട്രി ലെവൽ റോള് എടുക്കാൻ നോക്കുക, അല്ലെങ്കിൽ സേഫ് ആയിട്ടുള്ള ഞാൻ ഇൻവെർട്ടർ കോമ ഇടുന്നുണ്ട്, സേഫ് ആയിട്ടുള്ള വല്ല റോളും കണ്ടുപിടിക്കാൻ നോക്കുക. അങ്ങനെയൊന്നും ചെയ്യാതെ, അങ്ങനെ ചെയ്യാതെ എന്നല്ല, യു പ്രോബ്ലി കാൽക്കുലേറ്റഡ് ആൻഡ് ടേക്കൺ റോൾ. അപ്പോൾ ആ ഫിലോസഫി അതെന്താണ്? ആ ഫിലോസഫി എന്താണ്? ഫോളോ യുവർ ഹാർട്ട് ആൻഡ് മണി വിൽ ഫോളോ, അങ്ങനെ വല്ലാണോ? ഇപ്പം വേണ്ടിക്ക് അങ്ങനെയൊക്കെ പറയാം. പക്ഷെ റിയാലിറ്റി ഇസ് ദാറ്റ് അന്നേരം ഇറ്റ്സ് ഓൾസോ ലൈക്ക് വെരി, എന്താ പറയാ, ഒരു ബോധം കഥയൊന്നും ഇല്ലാത്ത സമയത്തല്ലേ. അപ്പൊ നമ്മൾ പറയാം, ഓക്കെ, ദിസ് ഇസ് യു ആർ ബബ്ലിംഗ് വിത്ത് എനർജി. അപ്പൊ എന്ത് വേണ്ടിക്കും ചെയ്യാ, ലൈക്ക് ദ വേൾഡ് ഇസ് ഇൻ യുവർ പാംസ് എന്നുള്ളൊരു ആ ഒരു ഫീലിംഗ് ആണ് അന്നേരം വരിക. അപ്പം ഞാൻ ബേസിക്കലി എന്റെ ഡിസിഷൻ മേക്കിംഗ് ഫാക്ടേഴ്സ് വാസ്, ഓക്കെ, ഇഫ് ഐ ഗോ ടു എ കോർപ്പറേറ്റ് ജോബ്, എനിക്ക് എന്താണ് പാന്റ് ഒക്കെ ഇടേണ്ടി വരും, സെമി ഫോർമൽസ് ഒക്കെ ഇടേണ്ടി വരും, റീലൊക്കേറ്റ് ചെയ്യേണ്ടി വരും, അങ്ങനത്തെ കുറെ ഇതൊക്കെ ഉണ്ടായിരുന്നു. വേഴ്സസ് ഇഫ് ഇറ്റ്സ് എ സ്റ്റാർട്ടപ്പ്, നിങ്ങൾക്ക് മൈ പെർക്ക് വാസ് ദാറ്റ് ഐ കുഡ് ട്രാവൽ ആൻഡ് ഐ കുഡ് വെയർ ഷോർട്സ്. അപ്പൊ അതെനിക്കൊരു വലിയ സംഭവമായിട്ട് തോന്നി ആ സമയത്ത്. ഷോർട്സ് ഒക്കെ ഇട്ടിട്ട് ജോലിക്ക് പോകാന്ന് പറഞ്ഞാൽ ആ ഒരു ഫ്രീഡം ആണ് നമുക്ക്. പണ്ട് മുതലേ നമ്മളെ മൈൻഡ് സെറ്റ് ഓഫ് വർക്ക് ആൻഡ് ദെൻ ദിസ് ന്യൂ സ്റ്റാർട്ടപ്പ് എൻവയൺമെന്റ് വാസ് വെരി ഡിഫറെന്റ്. അതായിരുന്നു എന്റെ ഡിസിഷൻ മേക്കിംഗ് ഫാക്ടേഴ്സ്. അല്ലാണ്ട് വേറെ കാൽക്കുലേറ്റഡ് പ്ലാനിങ്ങും എന്താണ് ഏർലി സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റമിൽ ഉണ്ടായാല് ഗെയിംസ് ആൻഡ് ലൈക്ക് ഷെയർസ്, അങ്ങനത്തെ ഒരു യാതൊരു ബോധം കഥയൊന്നും ആ സമയത്ത് ഉണ്ടായിട്ടില്ല. അപ്പോ ആരും ക്രിപ്റ്റോ കറൻസി ഒന്നും തന്നിട്ടില്ല? ബിറ്റ്കോയിന്റെ ഒരു 10 ബിറ്റ്കോയിൻ ബാങ്കിലില്ല? അന്നേരം ഞാൻ ക്രിപ്റ്റോയിൽ ഉണ്ടായിട്ടില്ല. ക്രിപ്റ്റോയിൽ ഉണ്ടായിരുന്നു. ടെക് വാസ് ഓൾവേസ് എക്സൈറ്റിംഗ് ടു മീ. അപ്പൊ നമ്മളിങ്ങനെ ഇടക്കിടക്ക് പുതിയ സംഭവമൊക്കെ വന്നാൽ എടുത്തിങ്ങനെ നോക്കും. അപ്പം ഏർലി എനിക്ക് തോന്നുന്നു 2013 ഒക്കെയാണ് ഞാൻ ഈ ഒരു എന്താണ് ബിറ്റ് കോയിൻ എന്നുള്ള സംഭവമൊക്കെ നോക്കാൻ തുടങ്ങിയത്. അന്നേരം തന്നെ ഞാൻ ഈ ഓൺലൈൻ ഫോറംസിലൊക്കെ ആക്റ്റീവ് ആയിരുന്നു. അപ്പം നമ്മള് ഇങ്ങനെ അല്ലറ ചില്ലറ പണിയൊക്കെ എടുത്ത് എന്താണ് കോണ്ടന്റ് റൈറ്റിംഗ് അല്ലെങ്കിൽ എന്തൊക്കെയൊക്കെയോ ചെയ്തിട്ടുണ്ടായിരുന്നു, സോഷ്യൽ മീഡിയ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനൊക്കെ പേയ്മെന്റ് ആയിട്ട് ദേ സെഡ്, ഓക്കെ, ഗിവ് മീ യുവർ പേപാൽ അക്കൗണ്ട്. പേപാൽ അക്കൗണ്ടിന് ആ സമയത്ത് പറഞ്ഞാൽ ഇറ്റ് റിക്വയർഡ് a lot of documentation. നിങ്ങൾക്ക് എന്താന്ന് പറയാ, പാൻ കാർഡ് വേണം, അത് വേണം, ഇത് വേണം. ഭയങ്കര കമ്പസം പ്രോസസ് ആയിരുന്നു ആ ഒരു പേപാൽ അക്കൗണ്ട് ക്രിയേറ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ ആ സമയത്ത് ഒരുത്തം വന്നിട്ട് പറഞ്ഞു, ഓക്കെ ടെൽ മീ വാട്ട് ഇസ് യുവർ ബിറ്റ് കോയിൻ വാലറ്റ് അഡ്രസ്. എന്ത് വാലറ്റ് അഡ്രസ്? എന്നിട്ട് അന്നേരം ഈ ബിറ്റ് കോയിൻ എന്താണെന്ന് ആദ്യം കണ്ടുപിടിച്ചത്. പിന്നെ അതിനകത്ത് കുറച്ച് എന്തൊക്കെയോ കിട്ടി. അപ്പൊ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം വലിയ സംഭവമായിട്ട് മാറി തന്നെ. പക്ഷെ നമ്മൾ പിന്നെ നാട്ടുകാർക്ക് കൊടുക്കും. ഇപ്പം കുറെ ആൾക്കാർ മൊസില്ല കമ്മ്യൂണിറ്റി എസ്പെഷ്യലി പണ്ടൊക്കെ ആൾക്കാർ ഇങ്ങനെ ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓ ഐ വാണ്ട് പ്ലേ അറൗണ്ട് വിത്ത് ദിസ്, കെൻ സമൺ സെൻഡ് മീ ബിറ്റ് കോയിൻ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മളിങ്ങനെ കണ്ടവർക്ക് ഇങ്ങനെ നമുക്ക് പണിയെടുത്ത് കയ്യിൽ കിട്ടിയ പൈസ അല്ലോ ആ സമയത്തൊന്നും ആലോചിക്കുന്നില്ലല്ലോ. അപ്പം നമ്മളിങ്ങനെ വെറുതെ പുതിയ ആൾക്കാരെ പറ്റപ്പെടാനൊക്കെ വേണ്ടി നമ്മളിങ്ങനെ ഓൺലൈനൊക്കെ അയച്ചു കൊടുക്കും ഇവർക്ക് പൈസ. ഇപ്പം ആ ട്രാൻസാക്ഷൻസിന്റെ വാല്യൂ ഒക്കെ നോക്കിയാൽ ചെറുതായിട്ടൊന്നും ഒരു നെഞ്ചുവേദന ഉണ്ടാവും. പക്ഷെ ഇറ്റ്സ് ഓക്കെ. എസെൻഷ്യലി ഈ നിയറൊക്കെ പോലെ ശ്രേയസിന്റെ കരിയർ ഈസ് ഓൾസോ ലൈക്ക് സംതിങ് ബിൽഡ് വിത്ത് ദ ഇന്റർനെറ്റ്, ഓൺ ദ ഇന്റർനെറ്റ്, ത്രൂ ദ ഇന്റർനെറ്റ്. ഈ ഡെമോക്രസിന്റെ ഡെഫിനേഷൻ പറയില്ലേ, ബൈ ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ, അതേപോലെ ബൈ ദ ഇന്റർനെറ്റ് അല്ലെ. അപ്പോൾ ഇന്റർനെറ്റിന്റെ ഈ എന്താ പറയാ, ഈ ഇങ്ങനെ ഇന്റർനെറ്റ് കാരണം അല്ലെങ്കിൽ ഇന്റർനെറ്റിലൂടെ ഇന്റർനെറ്റിൽ ജനിച്ചു വളർന്ന ഒരു പുതിയ തലമുറ ഉണ്ടാവുമല്ലോ. പുതിയ തലമുറ എന്ന് പറയുന്നത് നമ്മൾ തന്നെ പുതിയ തലമുറയിൽ വരിക. പക്ഷെ എന്നാലും നമ്മളെക്കാൾ യങ്ങായ ആൾക്കാരുണ്ടല്ലോ. ഇപ്പൊ 2000 ജനിച്ച ആളിപ്പോ 18 years ഓൾഡ് ആയിട്ടുണ്ടോ. അപ്പോ ഇവര് മിക്കവാറും ഇങ്ങനെയുള്ള പുതിയ കരിയേഴ്സിലേക്കായിരിക്കൂലേ പോകുന്നുണ്ടാവുക? ഡെഫിനറ്റ്ലി. ഐ തിങ്ക് ഇപ്പം സോഷ്യൽ മീഡിയ കുറെ ഇങ്ങനത്തെ പോസ്റ്റ് ഒക്കെ ഉണ്ടായിട്ടില്ലേ, ലൈക് കരിയേഴ്സ് ഇൻ ദ ലാസ്റ്റ് ഡെക്കേഡ് എന്നൊക്കെ പറഞ്ഞിട്ട്, സോഷ്യൽ മീഡിയ മാനേജർ അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറെ ഗ്രോത്ത് ഹാക്കർ. ദീസ് വർ നോട്ട് റോൾസ് ദാറ്റ് യു കുഡ് ഹാവ്. ഇൻഫ്ലുവൻസർ, എൻ്റെ അമ്മോ, അതന്നെ, ടിക്ടോക്ക് ഇൻഫ്ലുവൻസർ, ഇൻസ്റ്റഗ്രാം, ഇതൊന്നും ആർക്കും 10 മുമ്പേ ആർക്കും പ്രെഡിക്ട് ചെയ്യാൻ പോലും പറ്റാത്തൊരു കരിയേഴ്സ് ആണ്. അപ്പം ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി അതെന്തായാലും നടക്കുന്ന ഒരു സംഭവമാണ്.
ഇനി 5 കൊല്ലത്തിൽ പുതിയ എത്രയോ കരിയേഴ്സ് വരാനിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് ഞാൻ ഇറങ്ങിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? ഇതൊക്കെ അടച്ചുപൂട്ടിക്കൂടെ? കോളേജ് കാര്യമാണ്. അതായത് ട്രഡീഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റം, അതായത് യൂണിവേഴ്സിറ്റികൾ, കോളേജുകൾ എല്ലാം ഇന്റർനെറ്റ് വഴി പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മളെ സ്വന്തം സ്പേസിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം പഠിച്ചെടുക്കാം. അപ്പോൾ ഈ കോളേജുകളെ ഒക്കെ ഒരു എന്താ പറയുക മാറ്റിപ്പടുക്കേണ്ട സമയമായില്ലേ? അതിക്രമിച്ചില്ലേ? എഡ്യൂക്കേഷൻ സിസ്റ്റം സിലബസ് വിട്. സിലബസ് അതൊക്കെ വേറൊരു ഡിസ്കഷൻ, അതെന്തായാലും ഇതാക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ അതല്ലാതെ തന്നെ ഈ ഒരു മോഡൽ, റൈറ്റ്, ഇൻ ടേംസ് ഓഫ് വാട്ട് ഈസ് എഡ്യൂക്കേഷൻ, എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ളത്, ഇറ്റ്സ് സംതിങ് ദാറ്റ് നീഡ്സ് ടു ബി റീഇവാലുവേറ്റഡ് വെരി ഫ്രീക്വന്റ്ലി ബൈ പീപ്പിൾ ഹു അണ്ടർസ്റ്റാൻഡ് ടെക്നോളജി ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. കാരണം ഇപ്പൊ എന്താ നടക്കുന്നത്, ഇപ്പൊ ഒരു CBSE അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് സിലബസ് അല്ലെങ്കിൽ ഒരു കുറെ സിലബസിന്റെ എന്താ 50, 60, 40 വയസ്സായ ആൾക്കാരാണ് വന്നിട്ട് ഈ ഒരു ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത്. ദാറ്റ് ഐ തിങ്ക് നീഡ്സ് ടു ചേഞ്ച്. ഇപ്പം അവർക്ക് ഇപ്പൊ തന്നെ ഈ ഒരു ക്രിപ്റ്റോന്റെ സംഭവം വന്നിട്ട് തന്നെ അവർക്ക് മനസ്സിലാവുന്നത്. കാരണം ഇൻസ്റ്റെഡ് ഓഫ് കോളിംഗ് ഫോർ എ ബാൻ, ഇഫ് ദേ റെഗുലേറ്റ് ഇറ്റ്, ഇഫ് ദേ ടാക്സ് ഇറ്റ്, അവർക്ക് എത്രയോ പൈസ ഉണ്ടാക്കാം. പക്ഷെ that is the whole point. Like, get people who know these things, who have an opinion on all of these things. അവരെ ആയിട്ട് കൺസൾട്ട് ചെയ്തിട്ട് എന്തായാലും ഇങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ദാറ്റ് ഈസ് ഐഡിയൽ. എത്രത്തോളം നടക്കും വിത്ത് കറന്റ് സിസ്റ്റംസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ മാർക്ക്. അങ്ങനെയാണെങ്കിൽ സിസ്റ്റം അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ കോളേജിലോ അല്ലെങ്കിൽ ഇപ്പോൾ കരിയറിനെ പറ്റിയൊക്കെ ആലോചിക്കുന്നവർ ഇങ്ങനെയുള്ള 5 കൊല്ലം ഇനി നെക്സ്റ്റ് ഫ്യൂച്ചറിൽ 5 കൊല്ലത്തിൽ വരാൻ പോകുന്ന കരിയേഴ്സിലേക്ക് ഓപ്പണായി നിൽക്കാൻ വേണ്ടിയിട്ട് എന്താ ഇപ്പം ചെയ്യേണ്ടത്? വാട്ട് ഷുഡ് പീപ്പിൾ ഡു നൗ സോ ദാറ്റ് ദേ ആർ ഓപ്പൺ ടു ഓൾ ദീസ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ദേ ഡോണ്ട് മിസ് ഔട്ട് ഓൺ ഓൾ ദിസ്? How do they go forward, or how do they prepare? ഈ ഒരു preparation question is common. അതിപ്പം ഇൻഡസ്ട്രിയിൽ ഇപ്പം 10 കൊല്ലം ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരും ചോദിക്കുന്നത് അത് തന്നെയാണ്. വാട്ട് ക്യാൻ വി ഡു ഡിഫറെന്റ്ലി? എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ കീപ് യുവർ ഐസ് ആൻഡ് ഇയേഴ്സ് ഓപ്പൺ. ഞാൻ അഗൈൻ ഇതെൻ്റെ ഒരു ബയസ് ആയിരിക്കും, കാരണം ഐ എം വെരി ഇൻക്ലൈൻ ടുവേർഡ്സ് ടെക്നോളജി, റൈറ്റ്, ആൻഡ് ദാറ്റ് ഇസ് ദി ഓൺലി ഇൻഡസ്ട്രി ദാറ്റ് ഐ നോ സംതിങ് അബൌട്ട്. വേറെ കുറെ ഇഷ്ടം പോലെ ഫീൽഡ്സ് ഉണ്ട് അവിടെ. അപ്പം അത് മനസ്സിൽ വെച്ചോണ്ട് ഞാൻ പറയാണ്, ഇൻ ടേംസ് ഓഫ് അറ്റ്ലീസ്റ്റ് ടെക്നോളജീന്റെ കാര്യത്തിൽ ഇതുപോലെ ലൈക്ക് IB computing is introducing you to like different people. You're able to like learn from different people and their experiences. ആ ഒരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയാം. എസ്പെഷ്യലി നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഡൊമെയിനിൽ. അപ്പം നിങ്ങൾക്ക് ടെക് എന്നുള്ളൊരു ബ്രോഡ് ഡൊമെയിൻ അല്ലാതെ if you are interested in a specific topic, അതായത് ഓപ്പൺ സോഴ്സ് അല്ലെങ്കിൽ എന്താ പറയുക AI അല്ലെങ്കിൽ ഡേറ്റ സയൻസ്, ഇതിനൊക്കെ ഇപ്പൊ ആൾക്കാർ എവറിഥിങ് ഇസ് അവൈലബിൾ ഫോർ ഫ്രീ. നിങ്ങൾക്ക് ഓൾ യു നീഡ് ഇസ് a device and an internet connection that streams videos and all of that. അത് keep an eye out on everything that interests you. അത് one thing. Second thing is participate in communities. അതായത് ഇപ്പം knowing what I know now, ഇപ്പൊ ഞാനൊരു 5 കൊല്ലം അല്ലെങ്കിൽ 10 കൊല്ലം റിവൈൻഡ് അടിച്ചാൽ I would probably participate in a lot of these crypto blockchain communities. Again, it's very hard to figure out which are the legit ones. അത് നിങ്ങൾ കുറെ റിസർച്ച് ചെയ്യണം, നിങ്ങൾ ഫൗണ്ടിങ് ടീം ആരാണ് നോക്കണം, അവരുടെ മിഷൻ എന്താന്ന് നോക്കണം, ഇതൊക്കെ നോക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ അതൊക്കെ അറിയെങ്കിൽ I will definitely encourage you to do this, because ഒന്നാമത് നിങ്ങൾക്ക് you're contributing to open source, right? അപ്പം you can show, ഇപ്പം നിങ്ങൾ നെക്സ്റ്റ് ഒരു 3 കൊല്ലത്തിലൊരു ജോലിക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്ക് അതൊരു നിങ്ങളെ പബ്ലിക്ലി വിസിബിൾ പോർട്ട്ഫോളിയോ ആണ്. സെക്കൻഡ് തിങ് ഇസ് നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ യു ഗെറ്റ് സംതിങ് ഇൻ റിട്ടേൺ വിച്ച് ഇസ് സോർട്ട് ഓഫ് ഒരു റിവാർഡ് പോലെ. അതിന്റെ വാല്യൂ എന്തായിരിക്കണമെന്നോ ആർക്കൊന്നും പറയാൻ പറ്റില്ല. ഇറ്റ്സ് വെരി ഏർലി. ബിറ്റ് കോയിൻ ഏർലി ടൈമിൽ കോൺട്രിബ്യൂട്ട് ചെയ്തായിരിക്കും they would have probably gotten very rich now, but that is not the goal, right? The goal is നിങ്ങൾ ഓപ്പൺ സോഴ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് what is the larger mission that you're attracted to, and ഈ അധിക ഓപ്പൺ സോഴ്സ്
കമ്മ്യൂണിറ്റീസിലും വളരെ കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് മാർക്കറ്റിംഗിൽ വേണ്ടിക്ക് നിങ്ങൾക്ക് അത് നോക്കാം, കോണ്ടന്റ് റൈറ്റിംഗ് വേണ്ടിക്ക് അത് നോക്കാം, ഡിസൈൻ വേണ്ടിക്ക് അത് നോക്കാം, കോഡിംഗ് വേണ്ടിക്ക് അത് നോക്കാം. ലൈക്ക് ഡിഫറെന്റ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ടൈം മാത്രമാണ്. ലൈക്ക് ഹൗ മച്ച് ടൈം ഡു യു ഹാവ് ഇൻ യുവർ ലൈഫ്. ആ ഒരു കോൺട്രിബ്യൂഷൻ പാത്ത് വെച്ചിട്ട് യു ക്യാൻ എക്സ്പെരിമെന്റ് വിത്ത് എ ലോട്ട് ഓഫ് ഡിഫറെന്റ് തിങ്സ്. അപ്പൊ നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല ആ ഒരു സമയത്ത്. അപ്പം അൺലെസ് ടൈം ഇസ് വാല്യൂബിൾ ഓഫ് കോഴ്സ്, ബട്ട് അതൊഴികെ വേറെ ഒന്നും നിങ്ങൾക്ക് നഷ്ടപ്പെടാനില്ല ആ ഒരു കോണ്ടെക്സ്റ്റില്. ഇത് സ്കിൽസ് വെച്ച് നോക്കിയാൽ ലാംഗ്വേജ് സ്കിൽസ് വേണ്ടി വരും. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നല്ല സ്കിൽ വേണ്ടി വരും അല്ലേ? വേറെ പബ്ലിക് സ്പീക്കിംഗ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് എസ്പെഷ്യലി ഇൻ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റീസ് ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ അത് ഡെഫിനറ്റ്ലി ഒന്ന് എല്ലാവരും കുറച്ചൊന്ന് ഫോക്കസ് ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ബിൽഡിംഗ് എസ്പെഷ്യലി റൈറ്റ്, കാരണം നിങ്ങൾ ഒരു വളരെ ഡൈവേഴ്സ് ആയ ഒരു കമ്മ്യൂണിറ്റിൻ്റെ കൂടെയാണ് ഇന്ററാക്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് അവർ പറയുന്നത് മനസ്സിലാക്കാൻ ചിലപ്പം നമുക്ക് ആദ്യമൊന്നും ലൈക്ക് ഇംഗ്ലീഷിൽ വളരെ സ്പീഡിൽ വർത്തമാനം പറഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. നമുക്ക് കുറച്ച് സമയം വേണം. ഇംഗ്ലീഷ് സിനിമ ആണെന്ന് നമ്മൾ ഞാനൊക്കെ സബ് ടൈറ്റിൽസ് ഇട്ടിട്ടാണ് കാണുക, കാരണം എനിക്ക് അത് കുറച്ചും കൂടെ വേഗം പ്രോസസ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ സ്പീക്കിംഗ് ഇംഗ്ലീഷ്, സ്പോക്കൺ ഇംഗ്ലീഷ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് ഡെഫിനറ്റ്ലി ഒരു ഫാക്ടറാണ്. പക്ഷെ അതല്ലാതെ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് മലയാളത്തിലേക്കും ലൈക്ക് റീജിയണൽ ലാംഗ്വേജസ് ഓൾസോ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് റിട്ടൺ സ്കിൽസും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും ഉണ്ടെങ്കിൽ ദാറ്റ് വുഡ് ബി ഡെഫിനറ്റ്ലി വാല്യുബിൾ. കാരണം നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം ആർട്ടിക്കിൾസ്, ലോക്കൽ കോണ്ടന്റിൽ ലോക്കൽ മീഡിയയിലേക്ക് നിങ്ങൾക്ക് യൂട്യൂബ് ഇതുപോലെ വീഡിയോസ് ഇറക്കാം. അങ്ങനത്തെ കുറെ കോൺട്രിബ്യൂഷൻസും ചെയ്യാൻ പറ്റും. സോ ഇൻട്രസ്റ്റിംഗ്. യൂട്യൂബിൽ വീഡിയോ ചാനലുകൾ തുടങ്ങുന്ന കുറെ ആൾക്കാരുണ്ട് ഇവിടെ. സോ ഐ മീൻ ഓഡിയൻസിന്റെ ക്വസ്റ്റ്യൻ അധികമൊന്നുമില്ല. ഞാനൊരു 1-2 ചോദ്യത്തിൽ നിർത്താണ്. അപ്പോൾ അഥവാ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചോളൂ. ഒരു ചോദ്യം നേരത്തെ വല്ല ആലോചിക്കണം എന്ന് വിചാരിച്ചു. അതായത് ശ്രേയസ് 2-3 പ്രാവശ്യം പറഞ്ഞു എന്താണ് ഇന്റർനെറ്റിൽ പല ഹീറോസ് ഉണ്ടായിരുന്നു, ദേ ബിൽഡ് തിങ്സ് ഓൺ ദി ഇന്റർനെറ്റ്. അപ്പോൾ ശ്രേയസ് സ്വന്തമായിട്ടൊരു എന്റർപ്രണർഷിപ്പ് മോഡലിലേക്ക് പോകാൻ പ്ലാൻ ഉണ്ടോ? അതിന് പ്ലാൻ എപ്പോഴും ഉണ്ട്. എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിപ്പാർക്കല്ല ഇല്ലാത്തത്. ആഗ്രഹമുണ്ട്, ഐഡിയാസ് ഇല്ല. അപ്പം അതാണ് മെയിൻ. ചിലപ്പോ ഐഡിയാസും ഉണ്ടാവും. ഇതിനിടയ്ക്ക് ഒരു ഹാക്കത്തോൺ, ഓപ്പൺ ഹാക്കത്തോൺ പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഇതാണ് ഞാൻ കോയിൻലിസ്റ്റിൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അവരുടെ പ്രോഡക്റ്റ് ഇസ് ഓൾസോ ലൈക്ക് ഭയങ്കര വലിയ സംഭവം എന്ന് പറയാൻ പറ്റില്ല. കോമ്പറ്റീറ്റർ അനാലിസിസ് ചെയ്താലും നമുക്കൊരു ആ ഒരു ലെവലിലുള്ള ഒരു സംഭവം കിട്ടുന്നില്ല. അപ്പം അങ്ങനെയൊക്കെ ഐഡിയാസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇതുവരെ ഒന്നിലും ഫുൾ ടൈം ഫോക്കസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. കാരണം എനിക്ക് കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ഇസ് ഓൾസോ വാട്ട് ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ. കാരണം കമ്മ്യൂണിറ്റി ബിൽഡേഴ്സിന്റെ ഒരു ജേർണി നോക്കിയാൽ തന്നെ ഇപ്പൊ ഒരു അധികം ആൾക്കാരും ഒരു 10-15 years കഴിഞ്ഞാൽ ദേ ബിക്കം കൺസൾട്ടൻറ്റ്സ് റൈറ്റ്. ദേ സ്റ്റാർട്ട് അപ്പ് ദെയർ ഓൺ എന്താ പറയുക ഒരു കമ്പനി ആൻഡ് ദെൻ ദേ ഗിവ് കൺസൾട്ടിങ്, ദേ ഡു കൺസൾട്ടിങ്. അപ്പൊ അതാണ് ഇതിന്റെ ഒരു കരിയർ പ്രോഗ്രഷൻ. അപ്പം ഫോർ മീ I've still not decided do I want to get into consulting or like ആ ഒരു ഫ്യൂച്ചറിലേക്ക് ഞാൻ ചിന്തിച്ച് തുടങ്ങിയിട്ടില്ല. പക്ഷെ പ്രോബ്ലി നോട്ട്. ഐ ഓൾസോ വാണ്ട് ടു ബിൽഡ് കമ്മ്യൂണിറ്റീസ്. അപ്പം പ്രോഡക്റ്റിന്റെ ഒരു ഇത് ഉണ്ടെങ്കിലും മെയിൻ ഫോക്കസ് ഇസ് ബിൽഡിംഗ് ഡിഫറെന്റ് കമ്മ്യൂണിറ്റീസ്. അപ്പം അറ്റ്ലീസ്റ്റ് നിയർ ഇൻ ടേംസ് ഓഫ് ദ ഗിൽഡ്സ് ദാറ്റ് വി ഡു, എനിക്ക് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ്, ആർട്സ് ആൻഡ് റീസെർച്ചേഴ്സ്, ഇങ്ങനത്തെ വളരെ ഡിഫറെന്റ് ആയ കമ്മ്യൂണിറ്റീസിനോട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന തന്നെ വലിയ കാര്യം ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോഴത്തേക്ക് തൽക്കാലം അങ്ങനത്തെ യാതൊരു പ്ലാൻസും ഇല്ല. ഇൻട്രസ്റ്റിംഗ്. അത് ഞാൻ മുജീബിനോട് സ്പെഷ്യലായിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ട് ശ്രേയസിനെ കൊണ്ടുവരണം എന്ന് പറഞ്ഞതിന്റെ കാരണം തന്നെ ഇതാണ്. ദി വെരി കരിയർ ദാറ്റ് യു ഹാവ് ഈസ് സോ ഇൻസ്പയറിങ്, അറ്റ്ലീസ്റ്റ് എനിക്ക്. ബിക്കോസ് ഐ ഡോണ്ട് ബിലീവ് ഇൻ ഈ എന്താണ് ഒരാള് ഇന്ന ഡിഗ്രി എടുത്താൽ അല്ലെങ്കിൽ ഇന്ന സബ്ജക്റ്റിൽ +2 ചെയ്താൽ ഇത് തന്നെ ആയിരിക്കണോ അയാളുടെ ജോലി, അല്ലെങ്കിൽ ഇതായിരിക്കണം അയാളുടെ കരിയർ, അയാൾ ഇത്രാം വയസ്സിൽ ജോലി കയറുന്നു, ഇത്രാം വയസ്സിൽ കല്യാണം കഴിക്കുന്നു, ഇത്രാം വയസ്സിൽ കുട്ടികളാവുന്നു. ആ ഒരു സംഭവം എനിക്ക് ഇഷ്ടമേ അല്ല. അപ്പോൾ ഈ കരിയറിനെ പറ്റിയിട്ട് ഇങ്ങനെ വേറിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ വളരെ കുറവായതുകൊണ്ട് തന്നെ ശ്രേയസിൻ്റെ ഒരു ട്വീറ്റ് ഞാൻ മിനിഞ്ഞാന്ന് കണ്ടായിരുന്നു. നിയർ
നിയർ ഈസ് ഹയറിങ് മോർ കമ്മ്യൂണിറ്റി മാനേജേഴ്സോ അങ്ങനെ എന്തോ കമ്മ്യൂണിറ്റി റോൾസിൽ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇത് ആൾക്കാർ ഇതിനെപ്പറ്റി എന്താണ് ആലോചിക്കാത്തത്, ഇങ്ങനെ കുറേ കരിയേഴ്സിനെ പറ്റി ആലോചിക്കാത്തത്, അത് അറിയാത്തത് കൊണ്ടായിരിക്കുമോ? അങ്ങനെ അറിയാത്തതാണെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടായാൽ വളരെ നല്ലതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് വന്നതാണ് ശ്രേയസ്. അപ്പോൾ എന്തെങ്കിലും ലാസ്റ്റ് മെസ്സേജ്, എനിത്തിങ് വി ഹവ് മിസ്ഡ്, എന്തെങ്കിലും പറയാനുണ്ടായിരുന്നോ? ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നിർത്താം. ഒന്ന് രണ്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ക്രിപ്റ്റോ കറൻസി ചോദ്യങ്ങളാണേ. പൈ ക്രിപ്റ്റോ കറൻസി ഹിറ്റ് ആവുമോ? അതിലൊരു 1 കോടി ഇടാൻ ഇൻവെസ്റ്റ് ചെയ്യണം. 1 കോടി ഇല്ല, പൈ ക്രിപ്റ്റോ. ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് ഒന്നും ശ്രേയസ് തരുന്നില്ല. പിന്നെന്താണ്, can you ask and any ICOs where are the exchanges that Near is listed in? Near ഒരു ക്രിപ്റ്റോ കറൻസി അല്ലല്ലോ. ക്രിപ്റ്റോ കറൻസി ഉണ്ട്, ലിസ്റ്റഡ് ആണ്. യു ക്യാൻ ഗോ ടു near.org/tokens, അല്ലെങ്കിൽ കോയിൻ മാർക്കറ്റ് ക്യാപ്പ് ഇതിലൊക്കെ നോക്കിയാലും കിട്ടും. ബൈനാൻസ് എന്താ പറയുക, കുറേ ഉണ്ട്. അപ്പം യു ക്യാൻ ഫൈൻഡ് ഇറ്റ് ഓൺലൈൻ, ഇറ്റ്സ് നോട്ട് വെരി ഹാർഡ്. കോയിൻ മാർക്കറ്റ് ക്യാപ്പ് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ എക്സ്ചേഞ്ചസിലാണ് ലിസ്റ്റഡ് ചെയ്യുന്നത്. അപ്പം നിയറിൽ ചായക്കട തുടങ്ങിയാൽ അവിടെ ചായ വാങ്ങണമെങ്കിൽ നമ്മൾ നിയർ വെച്ചിട്ട് പേ ചെയ്യും. ചായക്കട തുടങ്ങിയാൽ ചായ വാങ്ങണമെങ്കിൽ നിയർ വെച്ചിട്ട് പേ ചെയ്യണം. അങ്ങനെ അതാണ് പരിപാടി. ഓക്കെ, ഗുഡ് ആൻഡ് സിറ്റി. ഓക്കെ ഫൈൻ. അപ്പോൾ ഇനി ചോദ്യം ഉണ്ടോ? കുറേ വേർഡ്സ് ആദ്യമേ പറഞ്ഞു ശ്രേയസ്. നിയർ പ്രോജക്റ്റ് എന്താ പറയുക, ഞാൻ ഒരു നിയർ പ്രോജക്റ്റിനെ പറ്റി പറയാൻ വന്നതല്ല. അപ്പം ദാറ്റ് ഇസ് നോട്ട്, എനിക്കൊരു ക്രിപ്റ്റോ കറൻസി പുഷ് ചെയ്തിട്ട് ഒരു അജണ്ട ഉണ്ടാക്കണമെന്നില്ല. പക്ഷെ എന്നാലും ചോദിച്ച സ്ഥിതിക്ക് യു ക്യാൻ ഗോ ടു near.org/learn. നമ്മൾ ടെക്നോളജി, ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ടെക്നോളജി, യു ക്യാൻ ലേൺ അബൌട്ട് നമ്മളെ എന്തൊക്കെയാണ് ലേണിംഗ്. യൂണിവേഴ്സിറ്റി ഉണ്ട്, നമുക്ക് യൂണിവേഴ്സിറ്റി പറഞ്ഞാൽ കുറേ കോഴ്സസ് ഒക്കെ ഉണ്ട്. near.dev if you are interested in actual development stuff. കുറേ projects ഉണ്ട് നിങ്ങൾക്ക്, if you want to get involved. Technical അല്ലാത്തവർക്ക് if you go to near.org/guilds, അല്ലെങ്കിൽ you can reach out to me on Twitter or whatever. നിങ്ങൾക്ക് ടെക്നിക്കൽ അല്ലെങ്കിൽ I will help you, and if you want to contribute to open source and the Near ecosystem, I can help you get started. ഓപ്പൺ സോഴ്സ് എല്ലാം നിയർ മുഴുവൻ ഓപ്പൺ സോഴ്സ് ആണല്ലേ? ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, അപ്പോൾ ക്ഷണം സ്വീകരിച്ച IB കമ്പ്യൂട്ടിങ്ങിലെത്തിയതിന് വളരെ നന്ദി. എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ രണ്ടാമത് ചോദിക്കാം. എന്തെങ്കിലും പറയാൻ വിട്ടുപോയതോ വല്ലതും ഉണ്ടോ? അഡ്വൈസ് കൊടുക്കാൻ ഞാൻ ഒരു വലിയ സംഭവം ഒന്നല്ല. അഡ്വൈസ് കൊടുക്കാന്ന് പറഞ്ഞാൽ ഇത് തന്നെ. ഐ മീൻ ഐ വുഡ് സേ ദാറ്റ് ഒരു അക്ഷയ് പറഞ്ഞ പോലെ തന്നെ ഒരു ഓൾട്ടർനേറ്റ് കരിയർ ഓപ്ഷൻ നോക്കുക എന്നുണ്ടെങ്കിൽ, ലൈക്ക് ഇഫ് യു ആർ ഇൻ എഞ്ചിനീയറിംഗ്, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഗോ ലുക്ക് അറ്റ് വാട്ട് കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ഈസ്. കുറേ പ്രോജക്ട്സ് ഇൻക്ലൂഡിങ് ഓൾ ഓഫ് ദ ഫാൻ കമ്പനീസ് ഹാവ് കമ്മ്യൂണിറ്റി ബിൽഡേഴ്സ്. കുറേ പേരുണ്ട് ഇതിന്. ഡെവലപ്പർ റിലേഷൻസ്, ഡെവലപ്പർ ഇവാഞ്ചലിസം, ഡെവലപ്പർ അഡ്വക്കേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേരുണ്ട്. പക്ഷെ ഇത് ടെക്നിക്കൽ കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് പറയാം, ലുക്ക് അറ്റ് ദാറ്റ്, ഗിവ് ഇറ്റ് എ ലുക്ക് ഇഫ് ദാറ്റ്സ് സംതിങ് ദാറ്റ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ. അതർവൈസ് ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ്, ആർക്കും എന്തെങ്കിലും ഒരു ഡൗട്ടോ എന്തെങ്കിലും ഒരു എന്താ പറയുക ഹെൽപ്പ് വേണ്ടെങ്കിൽ, ലൈക്ക് ഇഫ് യു വാണ്ട് ടു ഗെറ്റ് സ്റ്റാർട്ടഡ്, എന്തെങ്കിലും ഒരു റിസോഴ്സ് ഒക്കെ വേണ്ടെങ്കിൽ യു ക്യാൻ ഓൾസോ റീച്ച് ഔട്ട് ടു മീ. മോർ ദാൻ ഹാപ്പി ടു ഹെൽപ്പ്. അത് പണ്ടൊക്കെ ആണെങ്കിൽ ഒരാൾ എന്താണ് കരിയർ മുഴുവൻ കഴിഞ്ഞ് റിട്ടയർ ആയതിനു ശേഷം ഓട്ടോബയോഗ്രഫി എഴുതി അയാളുടെ അടുത്ത് നിന്ന് കരിയർ അഡ്വൈസ് എടുത്തിട്ട് ജീവിതം മുന്നോട്ട് പോകുക. പക്ഷെ ഇപ്പൊ ഒക്കെ എല്ലാം റാപ്പിഡാണ്. ഇന്നത്തെ കാര്യം നാളെ ഔട്ട്ഡേറ്റഡ് ആവും. അപ്പോൾ ഈ ശ്രേയസിന് 50 വയസ്സായി റിട്ടയറിന് ശേഷം ശ്രേയസിന്റെ അഡ്വൈസ് എടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇപ്പോഴേ ശ്രേയസ് പറയുന്നത് പോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇങ്ങനെ പല ഓപ്പർച്യൂണിറ്റീസും ലോകത്ത് ഇന്റർനാഷണൽ ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ പലതും കാണാൻ കിടക്കുന്നു. മേക്ക് ഇൻ ഇന്ത്യയും അതിൽ ചെയ്യാൻ പറ്റും തോന്നുന്നു. നിയറിൽ വെച്ച് മേക്ക് ഇൻ ഇന്ത്യ നടത്തിക്കൂടെ? ആത്മനിർഭറിന് എതിരാണോ നിയർ? അല്ലല്ല, ഇന്ത്യന്നൊക്കെ എന്ത് ചെയ്യാ.
ഓക്കെ, അപ്പോൾ ദേശഭക്തി ഉള്ളവർക്ക് ഇന്ത്യയിലും ചെയ്യാം, ഇല്ലാത്തവർക്ക് ഇന്റർനാഷണൽ ആയിട്ടും ചെയ്യാം. അങ്ങനെ പല ഓപ്പർച്യൂണിറ്റീസും പലയിടത്തും ഇരിക്കുകയാണ്. ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ശ്രേയസ്, താങ്ക് യു ഫോർ ജോയിനിങ് us in this talk today. Thank you. മുജീബ് എന്താ താങ്ക് ചോദിക്കണ്ടേ? യു ഫോർ ഇൻവൈറ്റിംഗ് മീ. ഇല്ലല്ല, നമ്മൾ അത്യാവശ്യം കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു. താങ്ക് യു. താങ്ക് യു. നമുക്ക് അവസാനിക്കാം. ഓക്കെ, ലൈവ് സ്ട്രീമിംഗ്